Hello all and welcome back. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് CMA intermediate students മാത്രമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, which is nothing but self balancing ledger. Now how do we understand this type of self balancing ledger in the chapter? It is different from what we have already learned. നമ്മൾ പഠിച്ചിട്ടുള്ള അക്കൗണ്ടിംഗ് ബുക്ക് കീപ്പിംഗ് സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണെന്ന് പറയാൻ ഐ എം ഗോയിങ് ടു ടേക്ക് അപ്പ് few live examples of two different ERPs. നമ്മൾ സാധാരണ ഒരു ബിസിനസ് നിങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ CA-കാരുടെ അടുത്ത് പ്രാക്ടീസിന് ഓഫീസിൽ പോകുന്നുണ്ടെങ്കിൽ അറിയാം, കൂടുതൽ കണക്കുകൾ നമ്മൾ ചെയ്യുന്നത് ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ് അല്ലേ. പക്ഷേ കമ്പനിയുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് ഒത്തിരി ട്രാൻസാക്ഷൻസ് ഉള്ള ഒരു കമ്പനി അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനിയാണ്, പല രാജ്യങ്ങളിൽ ബ്രാഞ്ച് ഉള്ള കമ്പനിയാണ്, ഒത്തിരി കൺട്രോൾ വേണ്ട ഒരു കമ്പനി ആണെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്നത് കുറച്ചും കൂടെ ഹയർ എൻഡ് വേർഷൻസ് ഓഫ് സോഫ്റ്റ്വെയർ ആയിരിക്കും, ലൈക്ക് SAP, Oracle അങ്ങനെ. സോ ഈ മോഡ്യൂൾ വെച്ചിട്ട് ഞാൻ സെൽഫ് ബാലൻസിങ് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. So when you go to work in an MNC, for an example, which follows SAP or Oracle model, അത് ഞാൻ പറഞ്ഞു, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ വലിയ കമ്പനീസ് ആയിരിക്കും. വൺ മെയിൻ റീസൺ ഇസ് ഇതിന്റെ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ചെറുകിട സ്ഥാപനങ്ങൾക്കൊന്നും മാത്രം ഇൻവെസ്റ്റ്മെന്റ് മുടക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഇസ് ദ മെയിൻ റീസൺ. അതർ റീസൺ ഇസ് പല റിപ്പോർട്ട്സും നമ്മൾക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാം, മാനുവൽ ഇന്റർവെൻഷൻ അധികമില്ലാതെ. So that is one reason they adopt these modules. So what happens in these modules is these modules are accepted or taken by companies which have huge transactions or businesses. അപ്പോൾ ഒരാൾക്ക് മാത്രം ലിമിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ട്രാൻസാക്ഷൻ കാണും ആ കമ്പനി. എന്ന് വെച്ചാൽ ടാലി, ഇപ്പോൾ നിങ്ങളൊരു ആലപ്പുഴയിലുള്ള ഒരു ചെറിയ സ്ഥാപനത്തിന്റെ കണക്ക് എഴുതുകയാണെന്ന് നോക്കുക, അല്ല കണക്ക് നിങ്ങളുടെ സാറിൻ്റെ അടുത്തോ മാമിൻ്റെ അടുത്തോ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുതന്നു. അപ്പോൾ ടാലിയുടെ ടാലിയുടെ ആ ബാക്കപ്പ് നിങ്ങൾക്ക് തന്ന് അത് കണക്കൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ഒരാളോടായിരിക്കും, അല്ല ഒരു അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞ് അവിടെ കാണും. ഇനി അക്കൗണ്ടന്റ് അല്ല, ആ ഓണർ തന്നെ കുറച്ചെങ്കിലും അറിയാവുന്നത് റെക്കോർഡ് ചെയ്യാണ്, അയാളോട് ചോദിക്കും. അപ്പോൾ ഇതെല്ലാം ആ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യാൻ ഒരൊറ്റ ആളേ ഉള്ളൂ, ഒരു അക്കൗണ്ടന്റ്. സോ അയാളാണ് സെയിൽസ് എത്രയുണ്ടെന്നും പർച്ചേസസ് എത്രയുണ്ടെന്നും എത്ര ഇലക്ട്രിസിറ്റി ബില്ല് വന്നെന്നും എല്ലാം റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ when you go to big multinational companies, such requirement might not be feasible. ഒരാൾ തന്നെ ആ ബിസിനസ്സിന്റെ എല്ലാ കണക്കും റെക്കോർഡ് ചെയ്യുന്നത് ഫീസിബിൾ ആവാൻ സാധ്യത. ഞാൻ പറഞ്ഞു, ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ദിവസം തന്നെ ഒത്തിരി എൻട്രീസ് അല്ലെങ്കിൽ ഒത്തിരി ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടാവും. അത് ഒരാൾക്ക് തന്നെ മാനുവലി ചെയ്യുക അല്ലെങ്കിൽ ടാലിയിലാണെങ്കിലും എൻട്രി ചെയ്യുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഡിഫിക്കൽട്ട് ആണ്. ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇമ്പോസിബിൾ എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ആ പെർഫെക്ഷനോ അല്ലെങ്കിൽ കറക്റ്റ്നെസ്സോ ഒന്നും ചെക്ക് ചെയ്യാനുള്ള സമയം കാണില്ല. അയാൾക്കൊരു പേഴ്സണൽ ലൈഫ് കിട്ടിയെന്നും വരില്ല. പിന്നെ ആ കമ്പനീസിന്റെ ഓണേഴ്സിനും ഒരു പേടിയാണ്, കാരണം ഈ ഒരൊറ്റ ഒരാളെ ഡിപ്പെൻഡ് ചെയ്താണ് അവരുടെ ഫുൾ കണക്കുകളും അവർ പ്രിപ്പയർ ചെയ്യുന്നത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. സോ അങ്ങനെയുള്ള കമ്പനീസിൽ ഒരൊറ്റ ഒരാളുടെ സഹായം കൊണ്ട് കണക്ക് ഒരിക്കലും എഴുതുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? പല ഡിപ്പാർട്ട്മെന്റ്സ് പോലെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പം നമ്മളെല്ലാവരും ഒരു MNCയിൽ വർക്ക് ചെയ്യാൻ പോയാൽ അവിടെ ഇവർ ഫോളോ ചെയ്യുന്നത് ഈ മോഡ്യൂളൊക്കെ ആണെങ്കിൽ, ERP സ്ട്രക്ചർ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാം വൺ ടീം കോൾഡ് അക്കൗണ്ട്സ് പേയബിൾ. ഇതൊരു ടീമാണ്, അക്കൗണ്ട്സ് പേയബിൾ ടീം. മറ്റൊരു ടീം കാണാം അക്കൗണ്ട്സ് റിസീവബിൾ. And finally, one another team you will be, that generally is there, is called general ledger team or GLT. അപ്പോൾ ആസ് ദ നെയിം സജസ്റ്റ്, ഈ ഓരോ ടീമിൽ ചെയ്യുന്ന വർക്കുകൾ എന്തൊക്കെയായിരിക്കും? അക്കൗണ്ട്സ് പേയബിൾ ടീമിൽ ഒരു 10, 15, 30 കമ്പനിയുടെ വലിപ്പം അനുസരിച്ച് നമ്പർ കൂടിക്കൊണ്ടിരിക്കും. ഈ ടീമിലുള്ള എത്ര ആൾക്കാരാണെന്നും അവർ ചെയ്യുന്ന വർക്ക് എന്ത് മാത്രമാണ്? അക്കൗണ്ട്സ് പേയബിൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം കമ്പനി കൊടുക്കേണ്ട കുറച്ച് പേയബിൾ ആയിട്ടുള്ളത്. കമ്പനി എപ്പോഴാണ് പേയബിൾ ക്രിയേറ്റ് ആവുന്നത്?
when they purchase from somebody. So this accounts payable is not related to any other indirect expense but only related to purchases. ആ ബിസിനസ് നടത്തി പോവാൻ ബിസിനസ് കുറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് സാധനങ്ങളും അല്ലെങ്കിൽ സർവീസ് ഒക്കെ വാങ്ങിക്കേണ്ടി വരും അല്ലേ, ആ പർച്ചേസസ് റിലേറ്റഡ് ആണ്. അതായത് ദിസ് ഇസ് ഓൺലി റിലേറ്റഡ് ടു പർച്ചേസ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. അപ്പൊ ഈ ടീമിലുള്ളവർ ചെയ്യുന്നത് എന്ത് മാത്രമാണ്, ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്റെയും എൻട്രീസ് ഇവരായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി അക്കൗണ്ട്സ് റിസീവബിൾ ടീമോ, സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്, അതിന്റെ അർത്ഥം അത് നമ്മൾ വിൽക്കുന്നുണ്ടല്ലേ. അപ്പൊ അക്കൗണ്ട്സ് റിസീവബിൾ ടീം അൾട്ടിമേറ്റ്ലി ഡീൽ ചെയ്യുന്നത് എന്തിൽ മാത്രമാണ്, സെയിൽസിൽ മാത്രം. എത്ര സെയിൽസ് വന്നു, എത്ര ഡെറ്റേഴ്സ് ഉണ്ട്, ഇതൊക്കെയാണ് അക്കൗണ്ട്സ് റിസീവബിൾ ടീം. ഇത്രയും ക്ലിയർ ആയല്ലോ. സോ അക്കൗണ്ട്സ് പേയബിൾ ടീമിൽ എന്ത് മാത്രമേ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ, പർച്ചേസും ക്രെഡിറ്റേഴ്സും. പർച്ചേസ് ഹ്യൂജ് നമ്പറിലാണ് വരുന്നത്. അതെല്ലാം തന്നെ ഇമ്മീഡിയറ്റ് ക്യാഷ് പർച്ചേസ് ആയിരിക്കണമെന്നില്ല. മോസ്റ്റ് ഓഫ് ദ കേസസ് 99% വിൽ ബി ക്രെഡിറ്റ് ബേസ്ഡ് ഉള്ളതായിരിക്കും. അപ്പൊ ഇവരെ പലരെയും ഫോളോ ചെയ്യണം അല്ലേ. ഇന്ന് 1/4 ഒരു 10 പർച്ചേസസ് ഉണ്ടായിരുന്നു വെക്കുക, 2/4 ഒരു 200 പർച്ചേസ് ഉണ്ടെന്ന് വെക്കുക. 2 ദിവസത്തെ പർച്ചേസിന്റെയും ഡ്യൂ ഡേറ്റ് ഒരേ ദിവസമായിരിക്കും. ഡ്യൂ ഡേറ്റ് എന്ന് വെച്ചാൽ ക്രെഡിറ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ ആ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ സാധനങ്ങൾ വാങ്ങിച്ചത് അവരോട് നമ്മൾ പറയും, ഞങ്ങൾ 1 മാസമാണ് ഞങ്ങളുടെ സാധാരണ ക്രെഡിറ്റ് പീരീഡ്, 1 മാസം കഴിയുമ്പോഴായിരിക്കും ഞാൻ പൈസ തരാൻ പോകുന്നത്, അല്ല 2 മാസം, അതിനെയാണ് ആ ബിൽ ഡ്യൂ ഡേറ്റ് എന്ന് വെച്ചാൽ 1 മാസം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1-ാം തീയതി ഏപ്രിൽ 1-ന് വാങ്ങിക്കുന്നതിന്റെ ഡ്യൂ ഡേറ്റ് 1 മെയ്ക്കായിരിക്കും അല്ലേ. 2/4 വാങ്ങിക്കുന്നതിന്റെ ഡ്യൂ ഡേറ്റ് 2 മെയ്ക്കായിരിക്കും. അല്ലെങ്കിൽ ഇത് 2 മാസത്തിന്റെ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ ജൂൺ 2 ആയിരിക്കും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും പല ആൾക്കാർക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കാൻ കാണും, പലരുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങിച്ച ട്രാൻസാക്ഷൻസ് കാണും. അങ്ങനെ ഇറ്റ് റൺസ് ഇൻ ടു thousands ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ എ ഡേ. അപ്പോൾ ഇതെല്ലാം ഒരാൾക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരു ദിവസം എത്ര പേര് ഡ്യൂ ഉണ്ടെന്നും ഒക്കെ നോക്കിയിരിക്കണം, എന്നിട്ട് പൈസ കൊടുക്കുക, പൈസ വാങ്ങിക്കുകയൊക്കെ വേണം. അപ്പൊ ഇങ്ങനെ ഒരു ടീം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർ എന്തുമാത്രം നോക്കുള്ളൂ, എത്ര പർച്ചേസ് ഉണ്ട്, ഈ പർച്ചേസിന്റെ ഡ്യൂ ഡേറ്റ് എന്തായിരുന്നു. അപ്പോൾ ഓരോ ഡ്യൂ ഡേറ്റ് ഓരോ ദിവസം ആകുമ്പോഴും ഇവരുടെ വർക്ക് ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇവർക്ക് തന്നിരിക്കുന്ന ആ കാറ്റഗറിയിൽ നിന്ന് എത്ര പേർക്ക് പേയ്മെന്റ് കൊടുക്കാനുണ്ട്, എത്ര ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുണ്ടെന്ന് മാത്രം റെക്കോർഡ് ചെയ്യും. ഇവർ വേറെ ഒന്നും ചെയ്യില്ല. അക്കൗണ്ട്സ് പേയബിൾ ടീം only deals with purchases and creditors. സെയിം വേ അക്കൗണ്ട്സ് റിസീവബിൾ, പലർക്കും സെയിൽസ് നടത്തുന്നുണ്ടല്ലേ. ഒരേ ദിവസം തന്നെ 100 കണക്കിന് സെയിൽസ് കാണും. ആ സെയിൽസ് എല്ലാം റെക്കോർഡ് ചെയ്യണം. ഇനി അവർക്കും നമ്മൾ ക്രെഡിറ്റ് പീരീഡ് കൊടുക്കുന്നുണ്ട്. അതായത് ഇത്ര മാസം കഴിയുമ്പോൾ നിങ്ങൾ പൈസ തന്നാൽ മതി. ക്യാഷ് സെയിൽസ് വളരെ കുറവായിരിക്കും. അപ്പൊ എത്ര ആൾക്കാരുടെ കയ്യിൽ നിന്ന് എന്നൊക്കെ വാങ്ങിക്കണം, ഇതൊക്കെ ഓർത്ത് വെച്ച് അല്ലെങ്കിൽ കാലണ്ടർ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ റിമൈൻഡർ സെറ്റ് ചെയ്യുന്ന പോലെ ഇവരുടെ വർക്ക് ഡേയിൽ അല്ലെങ്കിൽ കാലണ്ടറിൽ റിമൈൻഡർ സെറ്റ് ചെയ്ത് അവരെയൊക്കെ ഫോളോ അപ്പ് ചെയ്യണം. അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചെടുക്കണം. കുറെ പേര് തരാത്തത് കാണും, കുറെ പേര് എക്സ്ക്യൂസ് പറയുന്നത് കാണും. അതൊക്കെ ഡീൽ ചെയ്ത് പൈസ വാങ്ങിച്ച് എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നത് ആര് മാത്രമായിരിക്കും, അക്കൗണ്ട്സ് റിസീവബിൾ. അപ്പൊ ഇങ്ങനെ രണ്ടും തരം തിരിച്ചു കഴിഞ്ഞാലുള്ള ഗുണം, പെർഫെക്ഷൻ കുറെ കൂടെ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചും കൂടെ കൺട്രോൾ കിട്ടും. ഇവർക്ക് ഫുൾ പർച്ചേസിന്റെയും ക്രെഡിറ്റേഴ്സിന്റെയും ഡീറ്റെയിൽസ് അറിയാം. അപ്പൊ ഇവർ മാത്രം ഹാൻഡിൽ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു ട്രാൻസാക്ഷൻ പോലും മിസ് ആവാതെ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പേ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരു കമ്പനിയിൽ വരും. സെയിം വേ അക്കൗണ്ട്സ് റിസീവബിൾ ടീം. അപ്പൊ കുറച്ചും കൂടെ കൺട്രോൾ കിട്ടും, നമ്മൾക്കും ഒരു ഐഡിയ, കമ്പനിക്കും ഒരു ഐഡിയ കിട്ടും. ഈ ഒരു ടീമിനെ അപ്രോച്ച് ചെയ്താൽ എത്ര പേര് പൈസ തന്നു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാം. ഒരൊറ്റ ഒരാളെ ഡിപ്പെൻഡ് ചെയ്താൽ ഇതെല്ലാം അയാൾ ചെയ്യണം, വർക്ക് ലോഡ് കൂടും. അപ്പോൾ അയാൾ ചെയ്യുന്ന വർക്കിന്റെ എഫിഷ്യൻസിയും കുറഞ്ഞിരിക്കും. അപ്പൊ സെയിൽസും പർച്ചേസസും ഈ 2 ടീം ചെയ്യുന്നു. ഇതല്ലാതെ എന്താണ് ഈ ജനറൽ ലെഡ്ജർ ടീം? കൂടുതലും കമ്പനീസിൽ GL ടീമിലേക്കൊക്കെയാണ് CAസിനെ എടുക്കുന്നത്. CA പ്രാക്ടീസ് ഉണ്ട്. പ്രാക്ടീസ് എന്ന് പറയുന്ന CMAക്കാരെ എടുക്കുന്നുണ്ട്, CAക്കാരെ എടുക്കുന്നുണ്ട്. പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷനാണ്. നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ CA ആണെങ്കിലും CMA ആണെങ്കിലും. അത് കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ഏതെങ്കിലും കമ്പനീസിലൊക്കെ കയറുകയാണ്. കുറച്ച് ചെറിയ കമ്പനി ആണെങ്കിൽ അതിന്റെ എക്സ്ക്ലൂസീവ് ഓഡിറ്റർ ആയിട്ട് ചിലപ്പോൾ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തെന്നിരിക്കും. പക്ഷെ വെൻ യു പ്രിഫർ മൾട്ടിനാഷണൽ കമ്പനീസ് വിച്ച് ഹാസ് ബ്രാഞ്ചസ് ഓൾ ഓവർ ദ കൺട്രി, ഇൻഹൗസ് ഫിനാൻസ് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെയും CAസിനെ അല്ലെങ്കിൽ CMAസിനെ അപ്പോയിന്റ് ചെയ്യും. എന്തിനാണ്? ഈ ജനറൽ ലെഡ്ജർ ടീം ഹാൻഡിൽ ചെയ്യാൻ. അതായത് ഓരോ കമ്പനിയുടെയും ഉള്ളിലെ ഫൈനാൻസിന്റെ ഒരു പാർട്ട് ഡീൽ ചെയ്യും.
അപ്പോൾ അക്കൗണ്ട്സ് റിസീവബിളും അക്കൗണ്ട്സ് പേബിളും മാറി. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാം വരുന്നത് എവിടെയാണ്? ജനറൽ ലെഡ്ജർ ടീം. ഇവിടെ ആയിരിക്കും കൂടുതലും നമ്മൾ CA CMA പോസ്റ്റിലൊക്കെ ഉള്ളവർക്ക് കരിയർ വൈസ് ഓപ്ഷൻസ് കൂടുതലുണ്ട്. ഈ രണ്ട് ടീമിലും കിട്ടും. ആസ് ടീം ലീഡറോ അല്ലെങ്കിൽ മാനേജറൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ എൻട്രി ലെവലിൽ കൂടുതലും കിട്ടാൻ സാധ്യത ഇവിടെയാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ചെയ്യുന്നത്? പർച്ചേസും സെയിൽസും ക്രെഡിറ്റും ഡെറ്റേഴ്സും ആക്കി കഴിഞ്ഞു. ബാക്കിയെല്ലാം എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് ഇൻകം കുറെ കാണും ഇല്ലേ? പിന്നെ ഡയറക്റ്റ് ഇൻകം ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ എഴുതി കഴിഞ്ഞു. പിന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ കുറെ കാണും. എല്ലാ മാസവും വാട്ടർ ചാർജ്, ഇലക്ട്രിസിറ്റി, ടെലിഫോണ് അല്ലേ? പിന്നെ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കാണും. ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആയിട്ട്, അതായത് അക്കൗണ്ട്സ് റിസീവബിൾ ടീം ഒത്തിരി ആൾക്കാരുടെ അടുത്ത് ഫോളോ അപ്പ് ചെയ്തിട്ട് ഏകദേശം അവർക്കൊരു ധാരണയായി ഡെറ്റേഴ്സിന്റെ 10% കാശ് തരാൻ സാധ്യതയില്ല. അവരത് ആർക്ക് പാസ് ഓൺ ചെയ്യും? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ജനറൽ ലെഡ്ജർ ടീമിന്റെ ഭാഗമാണ്. അതായത് സെയിൽസ്, ഡെറ്റേഴ്സ്, പർച്ചേസ്, ക്രെഡിറ്റേഴ്സ് അല്ലാത്ത ബാക്കി എല്ലാം ചെയ്യാൻ പോകുന്നത് ജനറൽ ലെഡ്ജർ ആണ്. അപ്പം ഇവർ രണ്ടുപേരും കണക്കുകളെല്ലാം ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ GL ടീം ഇരുന്ന് അതല്ലാതെ മിസലേനിയസ് ആയിട്ടുള്ള എല്ലാ കണക്കുകളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും P&L പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ദിസ് ജനറലി ഹാപ്പൻസ് ഓൺ എ മന്ത്ലി ബേസിസ് ഫോർ മൾട്ടിനാഷണൽ കമ്പനീസ്. ബിക്കോസ് ഇയർലിയിലേക്ക് മാറ്റി വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ആലപ്പുഴയിൽ ചെയ്യുന്നത് മാസം ഒരു വർഷം കൂടുമ്പോൾ ഒരിക്കൽ കണക്ക് നോക്കുന്നു അല്ലേ? പക്ഷെ മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ പോയി കഴിയുമ്പോൾ ഡെയിലി നൂറുകണക്കിന് ട്രാൻസാക്ഷൻ ഉള്ളപ്പോൾ ഒരു വർഷത്തേക്ക് മാറ്റി വെച്ചാൽ നമ്മൾക്ക് കൺട്രോൾ അധികം കിട്ടണമെന്നില്ല. അപ്പോൾ ഇവർ എന്ത് ചെയ്യും? മന്ത്ലി ബുക്ക് ക്ലോസ് ഉണ്ട്. അപ്പോൾ മന്ത്ലി ഇരുന്ന് നമ്മൾ ചെക്ക് ചെയ്യും. എന്നിട്ടാണ് ഫൈനലി ഓരോ മാസവും കറക്റ്റാക്കി ഫൈനലി ഇയർലി ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. സോ ഓൾ പ്രൊവിഷൻസ്. ഇനി അക്കൗണ്ട്സ് പേയബിൾ ടീം ആണെങ്കിലും പല സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ബില്ല് ഇവർക്ക് കിട്ടുന്നു അല്ലെ? ചിലപ്പോൾ ബില്ല് കിട്ടും, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് കിട്ടുന്നത് ചിലപ്പോൾ അക്കൗണ്ട്സ് പേയബിൾ ടീമിൻ്റെ ആയിരിക്കും. കാരണം കാശ് കൊടുക്കേണ്ടത് ഈ അക്കൗണ്ട്സ് പേയബിൾ ടീമാണ് അല്ലേ? അപ്പോൾ ആ ഇലക്ട്രിസിറ്റി ബില്ല് പക്ഷെ 2 മാസത്തേക്ക് അല്ലെങ്കിൽ 3 മാസത്തേക്കാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ അക്കൗണ്ട്സ് പേയബിൾ ടീം കാശ് കൊടുത്തു എന്ന് പറഞ്ഞ് ഫുള്ള് 3 മാസത്തെയും ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് എഴുതും. അല്ലെങ്കിൽ 2 കൊല്ലത്തേക്ക് ഒരു പേയ്മെന്റ് നടത്തി, അത് ഫുള്ളും പേയ്മെന്റ് നടത്തി എന്ന് പറഞ്ഞ് അക്കൗണ്ട്സ് പേയബിൾ ടീം എഴുതും. ജനറൽ ലെഡ്ജർ ടീമിന്റെ ഉത്തരവാദിത്തമാണ് ഇത് 2 കൊല്ലത്തെ എക്സ്പെൻസ് ആണോ അതോ 1 കൊല്ലത്തെ ആണോ എന്ന് മനസ്സിലാക്കി വേർതിരിച്ച് പ്രീപെയ്ഡ് ആക്കുകയോ ഫുള്ളായിട്ട് P&L ബുക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്. സോ ഏകദേശം ഒരു ധാരണയായെന്ന് വിശ്വസിക്കുന്നു. What I'm trying to put forward is that there are systems wherein there are 3 different ledger or teams. One team is accounts payable, one team is accounts receivable, and another team is general ledger team. അപ്പോൾ accounts payable teamil അവർ ഹാൻഡിൽ ചെയ്യുന്നത് ഫുള്ള് creditors related ആണ്, and accounts payable full debtors related. ഇനി സെയിൽസ് തന്നെയല്ല, അല്ലാതെ വല്ല ഡെറ്റർ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിൽ പർച്ചേസ് ഓഫ് ഗുഡ്സ് അല്ലാതെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വന്ന് ഞാൻ പറഞ്ഞില്ലേ പേയ്മെന്റ് ഒരു കൊല്ലത്തെ 2 കൊല്ലത്തെ ഒരുമിച്ച് കൊടുത്തതും ക്രെഡിറ്റർ ഓഫ് ഫർണിച്ചർ എന്നൊക്കെ പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. അതിനെ ഈ വർഷത്തെ എക്സ്പെൻസ് ആക്കണോ അടുത്ത വർഷത്തേക്ക് മാറ്റണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പക്ഷെ അൾട്ടിമേറ്റ് ഡെസിഷൻ ഇസ് ഡൺ ബൈ GL team. അപ്പൊ ഇങ്ങനെ പല ടീമുകൾ തിരിക്കും. എന്തിനാണ് ഇത് ചെയ്യുന്നത്? കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ഒരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. പിന്നെ എവിടെയെങ്കിലും ഒരു തെറ്റ് വന്നാൽ അത് ആ സെക്ഷനുള്ളിലാണ് എന്ന് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഒറ്റ ഒരാളാണ് അക്കൗണ്ട് ചെയ്യുന്നത്, ഇയാൾ എല്ലാ ട്രാൻസാക്ഷനും അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ട്രയൽ ബാലൻസ് ടാലി ആയിട്ട്, അതായത് ഏതോ ഡെബിറ്റും ക്രെഡിറ്റും തമ്മിൽ തെറ്റിപ്പോയി. പക്ഷേ എവിടെയാണ് തെറ്റിയതെന്ന് അയാൾക്കൊണ്ട് കണ്ടുപിടിക്കാനും പറ്റില്ല. ആൻഡ് ഇമാജിൻ ഒരു വർഷത്തിൽ ഇയാൾക്ക് sales and purchases തന്നെ is running into 10 lakh transactions. വളരെ ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറഞ്ഞാണ്, നിങ്ങളത് പറയേണ്ട. ഒരു 10 lakh ട്രാൻസാക്ഷൻസ് ഉണ്ട് ഒരു വർഷം മുഴുവനായിട്ട്. ജനറൽ ലെഡ്ജർ ഇൻഡയറക്റ്റിൻ്റെയും പ്രൊവിഷനൊക്കെ ആയിട്ടും വേറെ കുറേ ട്രാൻസാക്ഷൻ, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം, അങ്ങനത്തെ കുറേ അല്ലാതെ ചില ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ട്. എല്ലാം കൂടെ കൂട്ടി ഒരു 10-15 ട്രാൻസാക്ഷൻസ് അല്ലേ ജേർണൽ എൻട്രി ഉണ്ട്. ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു എൻട്രി ആയിരിക്കും തെറ്റിയിരിക്കുന്നത്. അക്കൗണ്ടന്റിനോട് നമ്മൾ പറയുകയാണ് ട്രയൽ ബാലൻസ് ടാലി ആകാത്ത, അപ്പോൾ ആ തെറ്റ് കണ്ടുപിടിക്കും. അയാൾക്ക് എത്ര നാളെടുക്കും ആ തെറ്റൊന്ന് കണ്ടുപിടിക്കാൻ? അത് പെട്ടെന്ന് പറ്റുമോ?
ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റം, വേറിൻ ഇതേപോലത്തെ 3 ലെഡ്ജർ ബുക്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ SAP മോഡ്യൂൾ ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഇതേപോലെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തപ്പോൾ തെറ്റ് സംഭവിച്ചാൽ അവർക്ക് ഒരു ഐഡിയ കിട്ടും ഏത് ടീമിൽ നിന്നാണ് തെറ്റ് സംഭവിച്ചത്, ഹൗ ഇസ് ദാറ്റ് ഡൺ എന്നുള്ളതാണ് നമ്മൾ സെൽഫ് ബാലൻസിങ് ലെക്ചറിൽ കൂടി പഠിക്കാൻ പോകുന്നത്. സോ therefore with this picture in mind, let us take up self-balancing. ഇത് തന്നെയാണ് വീണ്ടും ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കുറേയൊക്കെ എറർ വന്നു കഴിഞ്ഞാൽ ട്രേസ് ചെയ്യാനുള്ള എളുപ്പത്തിനും കൂടി വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിന് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും ഈ വാസ്റ്റ് ട്രാൻസാക്ഷൻ ലിസ്റ്റിൽ നിന്ന് ഒരു തെറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടീഡിയസ് ആയിട്ടുള്ള ടാസ്ക് ആയി മാറും. സോ സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ there will be 3 different ledger books. One ledger is general ledger book. ഇതൊരു സെപ്പറേറ്റ് ബുക്ക്. അടുത്തത് debtors ledger book. And third one is creditors ledger book. ഇത് തന്നെയാണ് ഞാൻ തൊട്ട് മുന്നേ ഒരു വർക്കിംഗ് കണ്ടീഷൻ, റിയൽ ലൈഫ് വർക്കിംഗ് കണ്ടീഷനിൽ ഡെറ്റേഴ്സ് ലെഡ്ജർ ബുക്ക് എന്ന് വെച്ചാൽ എന്തിനോട് നമുക്ക് റിലേറ്റ് ചെയ്യാം? അക്കൗണ്ട്സ് റിസീവബിൾ ടീം. ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ബുക്കോ അക്കൗണ്ട്സ് പേയബിൾ ടീം. ആൻഡ് ഫൈനലി ജനറൽ ലെഡ്ജർ ബുക്ക്. ഓൾറെഡി പറഞ്ഞത് തന്നെ റിയൽ ലൈഫ് പ്രാക്ടിക്കൽ വേൾഡിൽ പറഞ്ഞത് തന്നെ നമ്മൾ ഈ സെൽഫ് ബാലൻസിങ് ആയിട്ട് ഇപ്പോൾ കണക്ട് ചെയ്ത് കുറച്ച് ടേംസ് ഒക്കെ മാറ്റി പറയുക. സോ നമ്മൾ പറഞ്ഞു സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റം ഫോളോ ചെയ്താൽ എവിടെയാണ് എറർ എന്ന് ട്രേസ് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ എളുപ്പമാകണമെങ്കിൽ എന്ത് പ്രിപ്പയർ ആകണം? ഓരോ സെറ്റ് ഓഫ് ബുക്സിലും ഒരു സെപ്പറേറ്റ് ട്രയൽ ബാലൻസ് ഓരോ ബുക്കിന്റെ കീഴെയും ക്രിയേറ്റ് ആകണം. അതായത് സെപ്പറേറ്റ് ട്രയൽ ബാലൻസ് അണ്ടർ debtors ledger, separate trial balance under creditors ledger and under general ledger. ഇതാണ് അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് പോയിന്റ്. എത്രയും ക്ലിയർ ആയോ? സോ അപ്പോൾ സെപ്പറേറ്റ് TB ക്രിയേറ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? ഏതെങ്കിലും ഒരു ട്രയൽ ബാലൻസ് ഡെറ്റേഴ്സ് ലെഡ്ജറിൻ്റെ ഉള്ളിലെ ബുക്കിൻ്റെ സെറ്റിനുള്ളിലെ ട്രയൽ ബാലൻസ് ആണ് ടാലി ആവാതെ പോകുന്നതെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകും ഫുൾ കമ്പനിയുടെ ട്രയൽ ബാലൻസ് തെറ്റാൻ കാരണം ഈ ഒരു ബുക്കാണ്. അപ്പോൾ ഈ സെയിൽസും ഡെറ്റേഴ്സും മാത്രം നോക്കിയാൽ നമുക്ക് എറർ കണ്ടുപിടിക്കാൻ എളുപ്പം. അപ്പം ആ വാസ്റ്റ് ട്രാൻസാക്ഷനിൽ നിന്ന് കുറേയൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു അല്ലേ? എന്ന് വെച്ചാൽ വീണ്ടും എറർ കണ്ടുപിടിക്കാൻ പാട് തന്നെയാണ്, പക്ഷെ ആദ്യത്തെ സിനാരിയോനേക്കാളും വളരെ ബെറ്റർ പൊസിഷനിലേക്ക് നമ്മൾ എത്തി. സോ സെപ്പറേറ്റ് TB ക്രിയേറ്റ് ആവണമെങ്കിൽ ഓരോ ബുക്സിലും ഒരു ട്രാൻസാക്ഷൻ്റെ തന്നെ ഡബിൾ എൻട്രി വരണം അല്ലേ? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിങ്ങിലാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് ടാലി ആവുന്നു എന്ന് പറഞ്ഞു. ട്രയൽ ബാലൻസ് എപ്പോഴാണ് ടാലി ആവുന്നത്? ഒരേ ട്രാൻസാക്ഷൻ ഒരു ഡെബിറ്റ് ഉണ്ട്, അതേ ട്രാൻസാക്ഷൻ ഒരു ഈക്വൽ ക്രെഡിറ്റ് ഉണ്ട് അല്ലേ? ഇങ്ങനെ വന്നാൽ മാത്രമാണ് നമ്മൾക്കൊരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനും അത് ടാലി ആക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതായത് ഓരോ ബുക്കിലും ഒരു ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് വരണം. സോ ഹൗ വിൽ ദിസ് ബി ഡൺ? ലെറ്റ് us take up the examples. അപ്പോൾ ഡെറ്റേഴ്സ് ലെഡ്ജറിൽ ഏതൊക്കെ ബുക്സ് ആയിരിക്കും, ഏതൊക്കെ ലെഡ്ജർ അക്കൗണ്ടുകളായിരിക്കും വരാൻ സാധ്യതയുണ്ട്? നമ്മളുടെ ഓരോ ഡെറ്റേഴ്സും കമ്പനിയുടെ ഓരോ ഡെറ്റേഴ്സും ലെറ്റ് us take that to be A എന്ന് പറയുന്ന ഒരാൾ എൻ്റെ ഒരു ഡെറ്ററാണ്, B ഒരു ഡെറ്ററാണ്, C ഒരു ഡെറ്ററാണ്. ഇങ്ങനെ ഡെറ്റേഴ്സിനെയൊക്കെ സെപ്പറേറ്റ്ലി ഇൻഡിവിജ്വലി ഞാൻ എവിടെ ഓപ്പൺ ചെയ്യും? ഡെറ്റേഴ്സ് ലെഡ്ജർ ബുക്ക് എന്ന് പറഞ്ഞാൽ ബുക്കിനകത്ത് എൻ്റെ എല്ലാ ഡെറ്റേഴ്സിനെ മാത്രം ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ക്രെഡിറ്റേഴ്സ് ലെഡ്ജറിലോ ഞാൻ എൻ്റെ ക്രെഡിറ്റർ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണോ അവർക്ക് ഓരോ സെപ്പറേറ്റ് ലെഡ്ജർ ഓപ്പൺ ചെയ്യും. ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ ഡെറ്റേഴ്സിനെ ഓപ്പൺ ചെയ്തു, ക്രെഡിറ്റേഴ്സിനെ ഓപ്പൺ ചെയ്തു. ബാക്കിയുള്ള എല്ലാ ലെഡ്ജേഴ്സും എവിടെ ഓപ്പൺ ആവും? ജനറൽ ലെഡ്ജർ. അതായത് ഈ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും വരാനുള്ള ട്രാൻസാക്ഷന് പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട് അതെവിടെ വരും? അത് ജനറൽ ലെഡ്ജർ. ഈ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടി ഓഫ് ഡെറ്റർ ഓർ ക്രെഡിറ്റർ എവിടെ ഓപ്പൺ ആവും?
ഡെറ്റേഴ്സ് ലെഡ്ജർ ആൻഡ് ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ. ഇനി പർച്ചേസും സെയിലും മാത്രമേ ഒരു ബിസിനസ്സിന് കണക്കായിട്ട് കാണുകയുള്ളൂ? ഇല്ല. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ കാണും അല്ലേ? ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം, റെന്റ്, അതെല്ലാം എവിടെ വരും? അതെല്ലാം ജനറൽ ലെഡ്ജർ ബുക്ക്. അതായത് ഡെറ്റേഴ്സ് ഇൻഡിവിജ്വലി പേരല്ലാത്ത ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും അല്ലാത്ത എല്ലാ ലെഡ്ജറും ജനറൽ ലെഡ്ജർ ബുക്കിൽ വരും. അപ്പൊ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ പോയിന്റ്. ഏതൊക്കെ ലെഡ്ജറാണ് ഓരോ ബുക്കിലും ഓപ്പൺ ആകുന്നത്. ഇനി ഇത്രയും ലെഡ്ജർ മാത്രം ഓപ്പൺ ആയാൽ ട്രയൽ ബാലൻസ് ഓരോ ബുക്കിന്റെ സെറ്റിലും ടാലിയായി കിട്ടുമോ? കിട്ടുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് അത് മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ, ജസ്റ്റ് 1-2 എക്സാമ്പിൾസ് പറയാം. Purchase from X of 1000 rupees. Yeah? Purchase from X for 1000 rupees. Entry എന്തായിരിക്കും പർച്ചേസ് ചെയ്യുമ്പോൾ? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു എക്സ് അക്കൗണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഈ രണ്ട് ലെഡ്ജർ ഓപ്പൺ ആയി കിടക്കുകയാണ്. ഇതിൽ എന്ത് എൻട്രി ചെയ്തു? പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും 2x 1000 rupees to X account. ആൻഡ് ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ബുക്കിനുള്ളിലാണ് എക്സ് എന്ന് പറയുന്ന ആളുടെ ലെഡ്ജർ ഉള്ളത്, അക്കൗണ്ട് ഉള്ളത്. അയാളുടെ അക്കൗണ്ടിൽ പോയി എന്ത് ചെയ്യും? ബൈ പർച്ചേസ് എന്ന് പറഞ്ഞ് 1000 എഴുതും. ഇത്രയും ക്ലിയർ ആണ്? ഇങ്ങനെ എഴുതുമ്പോൾ ഇനി ഈ ഓരോ സെപ്പറേറ്റ് ബുക്ക് സെറ്റിനെയും നോക്കുക. ഓരോ ബുക്കിന് ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ബുക്ക് നമ്മൾ എക്സിനെ കുറിച്ച് എഴുതി. ഇനി ഈ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ബുക്കിന്റെ ട്രയൽ ബാലൻസ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്താൽ ടാലി ആകുമോ? ഇല്ല. കാരണം ഇവരുടെ ബുക്കിൽ നമ്മളിപ്പോൾ ഒരു ക്രെഡിറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനും അത് ടാലി ആയി കിട്ടാനും ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ബുക്കിനുള്ളിൽ നടക്കണമെങ്കിൽ ഈ ബുക്കിനകത്ത് ഒരു ഡെബിറ്റ് എവിടെയെങ്കിലും വരണം അല്ലേ? ആ ഡെബിറ്റുകളൊക്കെ റെക്കോർഡ് ചെയ്യാൻ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ബുക്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അഡീഷണൽ ലെഡ്ജർ ആണ്. നമ്മൾ ഇത്രയും നാളും നമ്മൾ ചെയ്തിരിക്കുന്ന ലെഡ്ജേഴ്സിന് വ്യത്യസ്തമായ ഒരു അഡീഷണൽ ലെഡ്ജർ ആണ് ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഇൻ CL. ക്ലിയർ ആയോ? ഇതോ കൺഫ്യൂസ്ഡ് ആയോ? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ്, അതായത് ഈ പെർട്ടിക്കുലർ ട്രാൻസാക്ഷന്റെ ഒക്കെ ഡെബിറ്റ് ശരിക്കും എവിടെ വന്നിട്ടുണ്ട്? ജനറൽ ലെഡ്ജറിൽ നമ്മുടെ പർച്ചേസിൽ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ജനറൽ ലെഡ്ജറിൽ കിടക്കുന്ന പർച്ചേസ് അക്കൗണ്ടിന്റെ എഫക്റ്റ് വരുന്ന രീതിയിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഈ ബുക്ക് സെറ്റിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ നെയിം നമ്മൾ കൊടുക്കുകയാണ് ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ്. അതിന്റെ ഷോർട്ട് ആയിട്ട് നമ്മൾ വിളിക്കുന്നതാണ് GLA, ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ ഇൻ CL എന്ന് പറയുന്നത് എന്തിനാണ്? ഇൻ CL എന്താണ്? ഇൻ ഏത് ബുക്സിൽ? ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ബുക്ക്. ഇതാണ് ഇതിന്റെ ഫുൾ ഫോം. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്? ജനറൽ ലെഡ്ജർ ബുക്കിൽ റെക്കോർഡ് ചെയ്ത ആ എഫക്റ്റ് അങ്ങനെ തന്നെ നമ്മൾ എവിടെ കാണിക്കും? ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ബുക്കിനുള്ളിൽ GLA ഇൻ CLനുള്ളിൽ നമ്മൾ കാണിക്കും. ഒരു ഡെബിറ്റിന് വേണ്ടി, അതായത് ഈ സെപ്പറേറ്റ് ബുക്കിന് ഒരു ട്രയൽ ബാലൻസ് ടാലി ആക്കി കിട്ടാൻ നമ്മളൊരു അഡീഷണൽ ലെഡ്ജർ ഓപ്പൺ ചെയ്യുന്നത് മനസ്സിലാക്കിയാൽ മതി. അതിന്റെ പേരാണ് GLA ഇൻ CL അക്കൗണ്ട്. അപ്പൊ ഇവിടെ എന്ത് എഴുതും? ടു എക്സ് എന്ന് പറഞ്ഞ് എക്സ് എന്നാണ് എഴുതാൻ പോകുന്നത്? അല്ല, 2x എന്നാണ് എഴുതേണ്ടത്. പക്ഷെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ നോക്കുക. ഇവിടെ ഒരു ഡെബിറ്റ് ടാലി ആയി കിട്ടണമെങ്കിൽ ഒരു ഡെബിറ്റ് വരണം, ഒരു ലെഡ്ജർ വരണം നമ്മൾ പറഞ്ഞല്ലേ? അതേപോലെ ഈ ജനറൽ ലെഡ്ജർ ബുക്കിലും ഡെബിറ്റ് ഒരെണ്ണം വന്നിട്ടുണ്ട്. ഈ സെപ്പറേറ്റ് ബുക്കിനും ഒരു ട്രയൽ ബാലൻസ് ടാലി ആയി വരണമെങ്കിൽ ഒരു ക്രെഡിറ്റ് റെക്കോർഡ് ചെയ്യണ്ടേ? അതായത് ഈ എക്സിന് കൊടുത്ത ക്രെഡിറ്റ് ഇവിടെ റെക്കോർഡ് ചെയ്യണം. അതിന് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ലെഡ്ജർ ആണ് CLA in GL account. So what is the full form of CLA? Creditors ledger adjustment in GL, in general ledger. ഇവിടെ കൊടുത്തിരിക്കുന്നത് GLA in CL ആണ്, ഇവിടെ CLA in GL. ഇത്ര ഓർത്താൽ മതി. ജനറൽ ലെഡ്ജർ ബുക്കിനുള്ളിലാണെങ്കിൽ ഡെറ്റേഴ്സിനും ക്രെഡിറ്റേഴ്സിനുമാണ് അക്കൗണ്ട് ഓപ്പൺ ആകുന്നത്.
ഡെറ്റേഴ്സ് ബുക്കിലോ ക്രെഡിറ്റേഴ്സ് ബുക്കിലോ ആണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ജനറൽ ലെഡ്ജർ ബുക്കിലുള്ള എഫക്റ്റുകൾ കാണിക്കാൻ ഒരു ലെഡ്ജറാണ് വേണ്ടത്. അപ്പോൾ ഓപ്പൺ ചെയ്യേണ്ടത് GLA അക്കൗണ്ട്. സോ CLA ഇൻ GL അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ജനറൽ ലെഡ്ജർ ബുക്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും? ബൈ എന്ത് റെക്കോർഡ് ചെയ്യും? ബൈ ഇനിയാണ് നമ്മൾ ഈ എക്സിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തതിന് നമ്മൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തു അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ ഈ എഫക്റ്റ് ടാലി ആയി വരാൻ നമ്മൾ ഒരു അഡീഷണൽ എൻട്രി ആണ് റെക്കോർഡ് ചെയ്യുന്നത്. എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു? GLAക്ക് എന്താണ് വരേണ്ടത്? ഡെബിറ്റ് ടു CLA in GL 1000 and CLA in GL by GLA in CL. ഇത്രയും മനസ്സിലാക്കുക. CLA അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്സ് ഓപ്പൺ ആവുന്നതിൽ വരുന്ന നറേഷനൊക്കെ പർച്ചേസോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന്റെ പേരല്ല, ഈ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്സുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് അഡീഷണൽ ലെഡ്ജർ ഓപ്പൺ ചെയ്തിട്ടാണ് ഒരു സെപ്പറേറ്റ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള അഡീഷണൽ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ ഒരു ട്രാൻസാക്ഷന് രണ്ട് പ്രസന്റേഷൻ ഉണ്ട്. ഒന്ന് ആദ്യമേ നമ്മൾ ഫോളോ ചെയ്യുന്ന ട്രഡീഷണൽ എൻട്രി, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു എക്സ്. ഇനി അതോടൊപ്പം സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റത്തിൽ കൂടി വരുന്ന ഒരു അഡീഷണൽ എൻട്രി കൂടി ഉണ്ട്. ഇനി എൻട്രീസ് ഒക്കെ ഞാൻ ഡീറ്റെയിലി പറഞ്ഞോളാം. നിങ്ങൾക്ക് ആ ടാലി ആക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞതാണ്. സെയിൽസും ഇതേപോലെ വരും, പക്ഷെ ഞാൻ ഇപ്പോൾ അത് എടുക്കുന്നില്ല. വി വിൽ ടേക്ക് അപ്പ് ദ ജേർണൽ എൻട്രീസ്. അത് കഴിയുമ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് പറയാം. ഇനി ഈ തിയറീസ് നിങ്ങളൊന്ന് എഴുതിയെടുത്തോളുക. ഈ ഡെറ്റേഴ്സ് ലെഡ്ജർ ബുക്കിന് സെയിൽസ് ലെഡ്ജർ ബുക്ക് എന്ന് പറയും, ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ബുക്കിന് പർച്ചേസ് ലെഡ്ജർ ബുക്ക് എന്നും അല്ലെങ്കിൽ ബോട്ട് ലെഡ്ജർ എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ആദ്യത്തെ ഈ തിയറി ടിൽ അഡ്വാൻറ്റേജസ് ഓഫ് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റം നിങ്ങളുടെ ഹാൻഡ് ഔട്ടിൽ തന്ന ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ ആണ്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്ഷൻ ആൻഡ് സെൽഫ് ബാലൻസിങ് സിസ്റ്റം ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല, പക്ഷെ ഈ നോട്ടിനുള്ളിൽ അതും കൂടെ ഉണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടം വരെ എഴുതിയെടുക്കാം. ഫോർമാറ്റ് ഓഫ് ജേർണൽ എൻട്രീസിന് തൊട്ട് മുന്നേ വരെയുള്ളത് നിങ്ങൾക്ക് ആ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് യു ക്യാൻ ടേക്ക് ദം. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഹോൾഡ് ദ സ്ക്രീൻ ഫോർ സം ടൈം so that you can write this as your first question's answer, and then we will start discussing the journal entries in a format and example and then problems. അപ്പോൾ ഏകദേശം ഒരു ധാരണയായി വിശ്വസിക്കുന്നു. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഡോണ്ട് വറി, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. ഈ 3 ബുക്ക് ഓപ്പൺ ആകണം എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്തുള്ളൂ അല്ലെ, പർച്ചേസിന്റെ. ഇതേപോലെ സെയിൽസ് കാണും. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ബുക്കിൽ ഒരു GLA ഓപ്പൺ ആയതുപോലെ എവിടെയും അപ്പോൾ ഓപ്പൺ ആവണം, ഡെറ്റേഴ്സ് ലെഡ്ജറിലും ഓപ്പൺ ആവണം. അതിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് GLA ഇൻ DL. അപ്പോൾ ഇൻ DL ഇൻ CL നമ്മൾ സ്പെസിഫിക്കലി എഴുതുന്നതിന്റെ റീസൺ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. GLA എന്ന് മാത്രം എഴുതിയാൽ ഒരു കൺഫ്യൂഷൻ ആകും. രണ്ട് ബുക്കിലും GLA ഉണ്ട് അല്ലേ? അപ്പോൾ അതിനെ വേർതിരിച്ച് കാണാനാണ് ഇൻ ബ്രാക്കറ്റിൽ നമ്മൾ ഡെറ്റേഴ്സ് ലെഡ്ജറിന്റെ ഉള്ളിലെ GLA ആണോ അതോ ക്രെഡിറ്റേഴ്സ് ലെഡ്ജറിന്റെ ഉള്ളിലെ GLA ആണോ എന്ന് സ്പെസിഫിക്കലി പറയുന്നു. ഇനി ക്രെഡിറ്റ് പർച്ചേസസ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ജനറൽ ലെഡ്ജർ ബുക്കിലെ എൻട്രി അക്കൗണ്ട് ആണ് CLA. അപ്പോൾ ഇതേപോലെ ഏതൊരു അക്കൗണ്ടും കൂടെ കാണും, ഡെറ്റേഴ്സിന്റെ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ DLA എന്ന് പറഞ്ഞ് നമുക്ക് കാണും. കാരണം രണ്ടും രണ്ടാൾക്കാരാണ് അല്ലെ, CLA വേറെ, അതായത് ക്രെഡിറ്റേഴ്സ് വേറെ, ഡെറ്റേഴ്സ് വേറെ. ഓരോ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റർ ആണോ ഡെറ്റർ ആണോ നോക്കുക. അപ്പോൾ ജനറൽ ലെഡ്ജർ ബുക്കിൽ രണ്ട് അഡീഷണൽ ലെഡ്ജർ ഓപ്പൺ ആകും. ആരുടെയൊക്കെയാണ്? ഡെറ്റേഴ്സിന്റെയും ക്രെഡിറ്റേഴ്സിന്റെയും. അതിന് നമ്മൾ പേര് കൊടുക്കുന്നത് ക്രെഡിറ്റർ ഓർ ഡെറ്റർ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് എന്നാണ്. ഇൻ ബ്രാക്കറ്റിൽ നമ്മൾ GL എന്ന് ഈ ഒരു ഫോർമാറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇൻ ജനറൽ ലെഡ്ജർ എന്ന് റെക്കോർഡ് ചെയ്യുന്നത്. ഡെറ്റേഴ്സ് ലെഡ്ജർ ആൻഡ് ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ബുക്കിൽ
GLA എന്ന് പറഞ്ഞ സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ആവണം. പക്ഷെ നമ്മൾ ബ്രാക്കറ്റിൽ ഏത് ബുക്കിനുള്ളിലെ GLA ആണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ എൻട്രീസ് ഒക്കെ എഴുതുമ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. സോ ഇത്രയും അഡീഷണൽ ലെഡ്ജേഴ്സ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇത് നല്ലപോലെ മനസ്സിലാക്കുക. അഡീഷണൽ അക്കൗണ്ട്സ് ടു ബി ഓപ്പൺ അതർ ദാൻ യുവർ ട്രഡീഷണൽ അക്കൗണ്ട്സ് ആയിട്ട് ജനറലി ഓപ്പൺ. ഈ 4 ആണ്. ഏതൊക്കെ ബുക്കിലാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. So after that, question number 1 എഴുതിയെടുത്തോളൂ. ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ആ പറഞ്ഞ ഞാൻ എഴുതി കാണിച്ച അത് തന്നെ ഞാൻ ജസ്റ്റ് എക്സാമ്പിളിനായിട്ട് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒന്നും ഞാൻ GLA ഇൻ ബ്രാക്കറ്റ് ഒന്നും എഴുതിയിട്ടില്ല. ബിക്കോസ് തൊട്ട് മേലെ ലെഡ്ജറിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ എഴുതാത്തതാണ്. പക്ഷെ നിങ്ങൾ ബ്രാക്കറ്റിൽ അങ്ങ് എഴുതിക്കോളൂ കേട്ടോ. സോ ദാറ്റ് ഒരിക്കലും മറക്കാതിരിക്കും. Advantages and take up difference between these two. ഈ രണ്ടെണ്ണം ഇതിന്റെ ഞാൻ എക്സ്പ്ലനേഷൻ പിന്നീട് ആയിരിക്കും തരുന്നത് സെക്ഷണൽ ബാലൻസിന്. ഇപ്പോൾ അത് എഴുതിയെടുത്താൽ മാത്രം മതി. Format of journal entries. So next is the format of journal entries. So ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഒരു ബിസിനസ്സിൽ സാധാരണ റെഗുലർ അക്കൗണ്ടിങ്ങും കാണും, അതിനോടൊപ്പമാണ് ഈ സെൽഫ് ബാലൻസിങ് എൻട്രിയും ഉണ്ടാവുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ പർച്ചേസസ് ടു എക്സ് എന്ന് പറയുന്നത് റെഗുലർ അക്കൗണ്ടിങ്ങും അതിനോടൊപ്പം GLA ഇൻടു CLA എന്നൊക്കെ ഉള്ളത് അഡീഷണൽ സെൽഫ് ബാലൻസിങ്ങും എൻട്രിയും. ഇനി സെൽഫ് ബാലൻസിങ് ലെഡ്ജർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ഓരോ ലെഡ്ജർ ബുക്കും സെപ്പറേറ്റ്ലി സെൽഫ് ബാലൻസ് ആവുന്നത്. അതാണ് നമ്മൾ പറയുന്നത് സെപ്പറേറ്റ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ടാലിയായി വരുമെന്നുള്ളത്. Yeah. So let us move on to the journal entries quickly. So എല്ലാ ട്രാൻസാക്ഷനും ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക നിങ്ങളുടെ നോട്ടിലേക്ക്. ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ റെഗുലർ അക്കൗണ്ടിങ് നമ്മൾ പറയും. റെഗുലർ അക്കൗണ്ടിങ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ റെഗുലർ അക്കൗണ്ടിങ് ചോദിക്കണമെന്നില്ല. ഡയറക്ട്ലി സെൽഫ് ബാലൻസിങ് അക്കൗണ്ടിങ് ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷെ റെഗുലർ അക്കൗണ്ടിങ്ങിൽ ജേർണൽ എൻട്രി എങ്ങനെ വരുന്നു എന്ന് ഓർമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ക്വിക്ലി നിങ്ങൾക്ക് സെൽഫ് ബാലൻസിങ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് എൻട്രി പർച്ചേസസ് ഓൺ ക്രെഡിറ്റ്. റെഗുലർ എൻട്രി എന്താണ്? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ്. ഇനി എങ്ങനെ സെൽഫ് ബാലൻസിങ് പെട്ടെന്ന് ഓർത്തെടുക്കാം എന്ന് പറയും. എവിടെയൊക്കെ റെഗുലർ അക്കൗണ്ടിങ്ങിൽ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും വരുന്നുണ്ടോ ആ എൻട്രീസിലൊക്കെ ആയിരിക്കും ഈ സെൽഫ് ബാലൻസിങ് എൻട്രി ജനറലി വരുന്നത്. അപ്പോൾ ഒരു ട്രാൻസാക്ഷനിൽ എവിടെയെങ്കിലും ഡെബിറ്റിലോ ക്രെഡിറ്റിലോ ക്രെഡിറ്ററും ഡെറ്ററും വന്നാൽ മാത്രമാണ് സെൽഫ് ബാലൻസിങ് അക്കൗണ്ടിങ് വരുന്നത്. ഇനി എങ്ങനെയാണ് അത് ഏത് ലെഡ്ജറാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ക്രെഡിറ്റേഴ്സ് റെഗുലർ അക്കൗണ്ടിങ്ങിൽ വരുന്ന അതേ എഫക്റ്റിൽ സെൽഫ് ബാലൻസിങ്ങിൽ എന്ത് വരണം? CLA, അതായത് ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് ഇൻ GL വരണം. ക്ലിയർ ആയല്ലോ? ക്രെഡിറ്റേഴ്സ് റെഗുലർ അക്കൗണ്ടിങ്ങിൽ എവിടെ വരുന്നു, അത് ക്രെഡിറ്റ് ആവാം ഡെബിറ്റ് ആവാം, എവിടെ വരുന്നു അതേ എഫക്റ്റിൽ ആയിരിക്കും സെൽഫ് ബാലൻസിങ് അക്കൗണ്ടിൽ CLA വരുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് ആ ലെറ്റർ ഓർത്താൽ മതി. ക്രെഡിറ്റേഴ്സിന്റെ C. സോ ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റ് ചെയ്യുകയാണെങ്കിൽ സെൽഫ് ബാലൻസിങ് അക്കൗണ്ടിലും C വെച്ച് തുടങ്ങുന്ന CLA ഇൻ GL ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് മാത്രമാണ്, ക്രെഡിറ്റേഴ്സും ഡെറ്റേഴ്സും ആണ് അങ്ങനെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ എളുപ്പം. അപ്പോൾ ഒരു എൻട്രിയിൽ ക്രെഡിറ്റേഴ്സിനെ കൊടുത്തു കഴിഞ്ഞ് CLA ഇൻ GL എഴുതിയാൽ ഓപ്പോസിറ്റ് ഒരു എൻട്രി വരണമല്ലോ. അതുകൊണ്ടാണല്ലോ സെൽഫ് ബാലൻസിങ് നമ്മൾ പറയുന്നത്. അതായത് ഡെബിറ്റിൽ ഒരു എൻട്രി വരണം. അതെപ്പോഴും എന്തായിരിക്കും? ആദ്യമേ ഫിക്സ് ചെയ്യുക CLA ആണോ DLA ആണോ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? എപ്പോഴും ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും. സോ ഒരു എൻട്രിയിൽ ആദ്യമേ ഫിക്സ് ചെയ്യേണ്ടത് CLA ആണോ DLA ആണോ. അത് റെഗുലർ അക്കൗണ്ടിങ്ങിലെ ക്രെഡിറ്റർ ആണോ ഡെറ്റർ ആണോ നോക്കുക. ആ വാക്കുകളുടെ ആദ്യത്തെ ലെറ്റർ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ലെഡ്ജർ, CLA or DLA as the case may be. ഇനി അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഡെബിറ്റിലും ക്രെഡിറ്റിലും ഏതാണോ വരേണ്ടത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് എപ്പോഴും GLA ആയിരിക്കും. ഇനി ഏത് GLA ആണ് വരേണ്ടത്? 2 GLA ഉണ്ട് അല്ലേ? GLA എന്ന് നമ്മൾ പറഞ്ഞു, ഡെറ്റേഴ്സ് ലെഡ്ജർ ബുക്കിലും ഒരു GLA ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ബുക്കിലും ഒരു GLA ഉണ്ട്. അപ്പൊ ഏത് GLA ആണ് എടുക്കേണ്ടത്?
ആ എൻട്രിയുടെ ഓപ്പോസിറ്റ് ക്രെഡിറ്റേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എൻട്രി ആയിരുന്നു. CLA ആയിരുന്നെങ്കിൽ ആ എൻട്രിയിൽ GLA വരേണ്ടത് CLനുള്ളിലെ GL ആണ്. ക്ലിയർ ആയോ? സെയിം വേ ക്രെഡിറ്റ് സെയിൽസ്, ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. ഇവിടെ ഡെറ്റേഴ്സ് ഉണ്ട്, അപ്പൊ ആദ്യമേ ഡെറ്റേഴ്സ് ഡെബിറ്റ് ആണ് റെഗുലർ. അപ്പോൾ അതേപോലെ ഡെബിറ്റിലായിരിക്കും ഈ ലെറ്റർ D വെച്ച് തുടങ്ങുന്ന DLA ഇൻ GL അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. അതിന്റെ ഓപ്പോസിറ്റ് എപ്പോഴും എന്തായിരിക്കും? GLA ആയിരിക്കും. ഏതിലുള്ള GLA? അത് എടുത്തിരിക്കുന്ന എൻട്രി ഡെറ്റേഴ്സ് ലെഡ്ജറിൽ നിന്നാണോ ക്രെഡിറ്റേഴ്സ് ലെഡ്ജറിൽ നിന്നാണോ നോക്കുക. ക്രെഡിറ്റേഴ്സ് ലെഡ്ജറിൽ നിന്നാണെങ്കിൽ CLA, ഡെറ്റേഴ്സ് ലെഡ്ജറിൽ നിന്നാണെങ്കിൽ DL. ക്ലിയർ ആയോ? തേർഡ് എൻട്രി ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. എൻട്രി എന്തായിരിക്കും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ക്രെഡിറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. സെൽഫ് ബാലൻസിങ്ങിൽ അതേ ക്രെഡിറ്റേഴ്സിന്റെ എഫക്റ്റ് ഉള്ള CLA GLനെ ഡെബിറ്റ് ചെയ്യുന്നു. അതിന്റെ ഓപ്പോസിറ്റിൽ GLA, CL ആണ് സ്റ്റാർട്ടിങ് നമ്മൾ എടുത്തിരുന്ന എൻട്രി. അപ്പോൾ ക്രെഡിറ്റേഴ്സ് റിലേറ്റഡ് ആണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ബുക്കിലെ GLA ഓപ്പോസിറ്റ് എൻട്രിയിൽ ഇടുക. ക്യാഷ് റിസീവ് ഫ്രം ഡെറ്റേഴ്സ്, സെയിം വേ GLA in DL account, DLA in GL. എപ്പോഴും ഓർക്കുക, ഫിക്സ് ചെയ്യേണ്ടത് ഡെറ്റേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ്. ഒരു എൻട്രിയിൽ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും എവിടെ വരുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രി ആദ്യം ഫിക്സ് ചെയ്യുക. പക്ഷെ എൻട്രി ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ, ഇവിടെ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത്, ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ, അത് തന്നെയായിരിക്കും സെൽഫ് ബാലൻസിങ് അക്കൗണ്ടിലും വരുന്നത്. പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പർച്ചേസ് റിട്ടേൺസും സെയിൽസ് റിട്ടേൺസും ഒക്കെ ഒരു സൈഡ് മാത്രം നിങ്ങൾ ഫിക്സ് ചെയ്യുക ക്രെഡിറ്റേഴ്സിന്റെ. അത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ക്രെഡിറ്റേഴ്സ് റിലേറ്റഡ് ആണെങ്കിൽ CLലെ GLA എപ്പോഴും അങ്ങനെയായിരിക്കും വരുന്നത്. ഓപ്പോസിറ്റ് എൻട്രി എപ്പോഴും GLA ആയിരിക്കും. അത് പക്ഷേ ഡെറ്റേഴ്സ് ലെഡ്ജർ ബുക്കിലെ ആണോ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ ബുക്കിലെ ആണോ മാത്രം നോക്കിയാൽ മതി. സോ 6 വരെയുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിച്ച് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി എടുത്തുള്ളത്. ഇത് കൂടുതലും നമ്മൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. സോ വീണ്ടും സോറി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അർത്ഥമില്ല. യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് or find out your own techniques how you can memorize it correctly. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ആണ് പറഞ്ഞിരുന്നത്. ക്രെഡിറ്റേഴ്സ് വന്നിട്ടുണ്ടോ ആ വാക്കിന്റെ ആദ്യത്തെ ലെറ്റർ C ആണ്. അപ്പോൾ സെൽഫ് ബാലൻസിങ്ങിലും ഡെബിറ്റ് ചെയ്യേണ്ടത് C വെച്ചിട്ട് തുടങ്ങുന്ന ലെഡ്ജർ ആണ്, അഡീഷണൽ ലെഡ്ജർ CLA in GL. അടുത്തത് ബിൽസ് റിലേറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ കുറച്ച് ഓർത്തിരിക്കണം കേട്ടോ. ബിൽസ് ഡ്രോൺ, അതായത് ബില്ല് ഡ്രോ ചെയ്തു. ഡെറ്റേഴ്സിന് കാശ് തരുന്നതിന് പകരം അവിടെ BR കിട്ടും. എൻട്രി എന്തായിരിക്കും? PR അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെറ്റേഴ്സ്. ഇവിടെയും ഡെറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്തു. സോ DLനെ ക്രെഡിറ്റ് ചെയ്യണം. ആരെ ഡെബിറ്റ് ചെയ്യും? DL റിലേറ്റഡ് ആയത് കാരണം DLലുള്ള GLനെ ഡെബിറ്റ് ചെയ്യണം. ബിൽസ് അക്സെപ്റ്റഡ്, ക്രെഡിറ്റേഴ്സ് ടു ബിൽസ് പേയബിൾ. ക്രെഡിറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്തു. സോ CLനെ ഫസ്റ്റ് ലെറ്റർ നോക്കുക, അതിനെ ഡെബിറ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ആ ലെഡ്ജർ ബുക്കിനകത്തെ GLA ആയിരിക്കും. ഇനി 9ാമത്തെ എൻട്രി ഇമ്പോർട്ടൻറ്റ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. റെഗുലർ അക്കൗണ്ടിങ് എന്താണ്? P&L അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഇവിടെ എവിടെയെങ്കിലും ഡെറ്റേഴ്സോ ക്രെഡിറ്റേഴ്സോ വരുന്നുണ്ടോ? ഇല്ല. വരുന്നില്ലെങ്കിൽ സെൽഫ് ബാലൻസിങ് ഒരു എൻട്രി ഇല്ല. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് സെൽഫ് ബാലൻസിങ്ങിൽ എൻട്രി വരണമെങ്കിൽ റെഗുലർ അക്കൗണ്ടിങ്ങിൽ എവിടെയെങ്കിലും ക്രെഡിറ്ററോ ഡെറ്ററോ വരണം. ക്രെഡിറ്ററോ ഡെറ്റർ എന്ന് തന്നെ എഴുതണമെന്നില്ല, ചിലപ്പോൾ അവരുടെ പേരുകളായിരിക്കും നമ്മൾ എഴുതുന്നത്. ആ പൊസിഷനിൽ നിൽക്കുന്ന ഡെറ്ററിന്റെ ക്രെഡിറ്ററിന്റെ ഒരു എൻട്രി ജേർണൽ എൻട്രിയിൽ വന്നാൽ മാത്രമേ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു സെൽഫ് ബാലൻസിങ് എൻട്രി ഉള്ളൂ. അടുത്തത് 10 to 12 I'm just going to very matured, sorry, honored on maturity. Honored category. സോ അതിൽ ആദ്യത്തേത് ഇത് കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സെക്ഷനാണ് കേട്ടോ. പോയിന്റ് നമ്പർ 10, BR retained and honored on maturity date. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങളിത് ക്ലാസ് ശ്രദ്ധിക്കുന്നതിന് മുന്നേ ബിൽസ് റിസീവ്ഡ് നല്ല ധാര വായിക്കണം. പിന്നെ ബില്ലിന്റെ പല എൻട്രീസ് ഇനി പറയും, അതിന് കറസ്പോണ്ടിങ് സെൽഫ് ബാലൻസിങ് അക്കൗണ്ടിങ് എഴുതേണ്ടതാണ്. So BR retained and honored on maturity date. Entry will be cash account debtor to BR. Cash or bank ആവാം. ഇവിടെ എവിടെയെങ്കിലും ക്രെഡിറ്റർ ഓർ ഡെറ്റർ ഉണ്ടോ? ഇല്ല. So no entry in self balance. BR received discounted before maturity date. Discounting in entry in bank account debtor, discount account debtor to BR. Debitorum creditor എവിടെ ഇല്ല, no entry.
12ാമത്തെ എൻട്രി BR received endorsed to my creditors. ക്രെഡിറ്റേഴ്സിനെ എൻഡോസ് ചെയ്തു. എൻട്രി എന്തായിരുന്നു? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എൻ്റർ ടു BR. ഇവരുടെ ക്രെഡിറ്റേഴ്സ് വന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെൽഫ് ബാലൻസിങ് അക്കൗണ്ടിങ് വരുന്നുണ്ട്. ക്രെഡിറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്തു, അപ്പോൾ CLനെ ഡെബിറ്റ് ചെയ്യണം, CLലുള്ള GLനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി 13 to 15 I believe it is nothing but dishonor. 13 തൊട്ട് ഇത് അതിനുള്ളത് ഡിസോണറിങ് റിലേറ്റഡ് ആണ് കേട്ടോ. ഡിസ്കൗണ്ടഡ് BR ആദ്യമേ ഡിസ്കൗണ്ട് ചെയ്താണ് ഡിസോണർ ആയി ഓൺ മെച്ചോറിറ്റി ഡേറ്റ്. അപ്പോൾ ബാങ്കിൽ നിന്ന് ആ പൈസ ബാങ്കർ എടുക്കും, ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് എനിക്ക് കിട്ടണ ഡെറ്ററിനെ ഡെബിറ്റ് ചെയ്യും. സോ ഡെറ്റർ ഉണ്ട്, സെൽഫ് ബാലൻസിങ് അക്കൗണ്ടിങ് വരും. ഡെറ്ററിനെ ഡെബിറ്റ് ചെയ്തേക്കാണ് DLAനെ ഡെബിറ്റ് ചെയ്യുന്നത്. 14ാമത്തെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് കുറച്ച് ആലോചിച്ച് നിങ്ങൾ എഴുതേണ്ട ഒരു എൻട്രി ആണ് 14ാമത്തെ. എൻഡോസ്ഡ് BR, അതായത് ക്രെഡിറ്ററിന് നമ്മൾ ഓൾറെഡി എൻഡോസ് ചെയ്ത് കൊടുത്ത ഈ എൻട്രി കഴിഞ്ഞിട്ട് ഈ BR ക്രെഡിറ്റർ കൊണ്ട് കൊടുത്തപ്പോൾ ഡിസോണർ ആയി. അപ്പോൾ ക്രെഡിറ്റർ ആരുടെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കും? നമ്മളുടെ കയ്യിൽ നിന്ന്. ഡെറ്ററിനോട് നമ്മൾ വീണ്ടും കാശ് ചോദിക്കും. സോ എൻട്രി വാസ് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്രെഡിറ്റേഴ്സ് അല്ലേ? പക്ഷെ ഇവിടെ ഡെബിറ്റഡ് ഡെറ്റേഴ്സും വന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സും വന്നിട്ടുണ്ട്. ഇവിടെ പക്ഷേ നമ്മൾക്ക് നേരെ DLA in GL to CLA in GL എന്ന് എഴുതാൻ പറ്റില്ല. അതിൻ്റെ മെയിൻ റീസൺ എപ്പോഴും ഓർക്കുക, DLAയും CLAയും ഒരു എൻട്രിയുടെ ഡെബിറ്റിലോ ക്രെഡിറ്റിലോ എവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ ഓപ്പോസിറ്റ് ഡെബിറ്റും ക്രെഡിറ്റും എപ്പോഴും എങ്ങോട്ടേക്കാവും പോകുന്നത്? ആ ഡെറ്ററിൻ്റെയോ ക്രെഡിറ്റേഴ്സിൻ്റെയോ ലെഡ്ജർ ബുക്കിലുള്ള GLAയിലേക്ക് പോകുകയുള്ളൂ. അല്ലാതെ ഇവർ തമ്മിലൊരു എൻട്രി ഇല്ല. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എൻട്രി ഇല്ല. CLAയിൽ ഒരു എൻട്രി പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് CL ബുക്കിനകത്തെ GLAയിലായിരിക്കും. DLAയിൽ ഒരു എൻട്രി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് എപ്പോഴും GLA in DL ബുക്കിനകത്തായിരിക്കും. ഇവർ തമ്മിൽ ഒരു എൻട്രിയും തന്നെ മ്യൂച്വലി ഇല്ല. അപ്പോൾ എങ്ങനെ പോസ്റ്റ് ചെയ്യണം? അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡെറ്റേഴ്സ് ടു ക്രെഡിറ്റേഴ്സ് നമ്മളുടെ സാധാരണ റെഗുലർ അക്കൗണ്ടിങ്ങിൽ എഴുതുമ്പോൾ ഒരൊറ്റ എൻട്രി വരെ എഴുതി പോകും. പക്ഷേ സെൽഫ് ബാലൻസിങ്ങിൽ നമ്മൾക്ക് ഒരു കൺട്രോൾ അക്കൗണ്ട് ആയിട്ടാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഡെറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്യണം. സോ DLA in GL ഡെബിറ്റ് ചെയ്യും. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് DLലുള്ള GLAനെയാണ്. അവരെ ആദ്യം ഡെബിറ്റ് ചെയ്യും. അതോടൊപ്പം ഒരു എൻട്രിയും കൂടെ നമ്മൾ എഴുതണം, CLAനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് CLലുള്ള GLAനെ ഡെബിറ്റ് ചെയ്യണം. അതായത് ഈ രണ്ട് കോമ്പിനേഷന് എൻട്രി വന്നാൽ മാത്രമാണ് ഡെറ്റേഴ്സ് ടു ക്രെഡിറ്റേഴ്സ് നമ്മൾ സിംപ്ലി എഴുതുന്ന അക്കൗണ്ടിങ്ങിൻ്റെ കറക്റ്റ് വരുന്നത്. അതിൻ്റെ റീസൺ ഇതാണ്, CLAക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എപ്പോഴും എൻട്രി വരുന്നത് CL ബുക്സിലുള്ള GLAയിൽ മാത്രമായിരിക്കും. DLA എന്ന് പറയുന്ന ലെഡ്ജറിൽ ഒരു എൻട്രി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഡെപ്റ്റേഴ്സ് ലെഡ്ജർ ബുക്കിനകത്തെ GLAക്ക് മാത്രമായിരിക്കും. അല്ലാതെ ഇവർക്ക് തമ്മിൽ DLA to CLA എന്ന് പറഞ്ഞൊരു പോസ്റ്റിംഗ് ഒരിക്കലും നടക്കില്ല. സോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. 15th one is retained BR. നമ്മൾ തന്നെ റിട്ടേൺ ചെയ്ത് ഡിസോണർ ആയി. അപ്പോൾ നമ്മൾ ഡെറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്യും, BRനെ ക്രെഡിറ്റ് ചെയ്യും. സെയിം കോൺസെപ്റ്റ് എൻട്രി. ഇനി ബിൽസ് പേബിൾ, ഇതേപോലെ നമുക്ക് ബിൽസ് പേബിൾ കൊടുക്കാം അല്ലേ? അത് നമ്മൾ ഓണർ ചെയ്യുകയാണ്. BP to ക്യാഷ് ബാങ്ക്. എവിടെയെങ്കിലും ക്രെഡിറ്റേഴ്സോ ഡെറ്റേഴ്സോ ഉണ്ടോ? ഇല്ല. സോ നോ എൻട്രി. ഡിസോണറിങ് BP ആകുമ്പോൾ BP ഡെബിറ്റ് ആവും, പക്ഷേ ക്രെഡിറ്റേഴ്സിന് വീണ്ടും ലയബിലിറ്റി ആയിട്ട് വരും. സോ ക്രെഡിറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുക, എൻട്രി വിൽ ബി CLAനെ ക്രെഡിറ്റ് ചെയ്യുക, ഓപ്പോസിറ്റ് GLAയിലേക്ക് പോകും. ആൻഡ് ഫൈനലി അഗൈൻ this point is also important, wherein ഒരു സിംഗിൾ പാർട്ടി തന്നെയാണ് ഇൻ യുവർ ബിസിനസ് ഡെറ്റർ ആയിട്ടുമുള്ളത് ക്രെഡിറ്റർ ആയിട്ടുമുള്ളത് എന്ന് വെക്കുക. അതായത് ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചു, അയാൾ നിങ്ങളുടെ ക്രെഡിറ്റർ ആയി, എന്നിട്ട് നിങ്ങൾ അതിൽ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ട് അയാൾ തന്നെ നിങ്ങളുടെ കയ്യിൽ ഈ സാധനങ്ങൾ മോഡിഫൈഡ് വേർഷൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു എന്ന് വെക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ഡെറ്റർ കൂടെയാണ് അല്ലേ? അങ്ങനെ ഒരേ പാർട്ടി ഡെറ്ററും ക്രെഡിറ്ററും ആകുകയാണെങ്കിൽ റെഗുലർ അക്കൗണ്ടിങ് എന്തായിരിക്കും? ഇവരെ രണ്ടുപേരും നോക്ക് ഓഫ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ്. കാരണം ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടണം, അയാൾക്ക് തന്നെ പൈസ കൊടുക്കണം അല്ലേ? അപ്പോൾ അത് രണ്ടും കൂടെ നോക്ക് ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ളത് അയാൾക്ക് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ കാണിക്കുന്നു. സോ ഇവിടെയും രണ്ട് എൻട്രീസ് പോയിന്റ് നമ്പർ 14 പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ ക്രെഡിറ്റേഴ്സിനെ ഡെബിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് CLAനെ ഡെബിറ്റ് ചെയ്യണം.
CLA-നെ ഡെബിറ്റ് ചെയ്യുന്ന ഒരു എൻട്രിയുടെ ഓപ്പോസിറ്റ് എപ്പോഴും CL ബുക്സിലുള്ള GLA-നെ ആയിരിക്കും ക്രെഡിറ്റ് ചെയ്യുന്നത്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഇതിന്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഡെറ്റേഴ്സിലേക്ക് ഒരു ഡെബിറ്റ് വേണം അല്ലേ. സോ ക്രെഡിറ്റ് വേണം. സോ DLA-നെ ക്രെഡിറ്റ് ചെയ്യുക, DL-ലുള്ള GLA-നെ ഡെബിറ്റ് ചെയ്യുക. സോ രണ്ട് എൻട്രിയുടെ കോമ്പിനേഷൻ ആയിട്ട് മാത്രമേ സാധാരണ അക്കൗണ്ടിങ്ങിൽ ഒറ്റ അക്കൗണ്ടിങ് വഴി ഒരു എൻട്രി വഴി ഡെറ്റേഴ്സ് ക്രെഡിറ്റേഴ്സിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ എൻട്രിക്ക് സെൽഫ് ബാലൻസിങ്ങിൽ നമുക്ക് എൻട്രി പോസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി ബാക്കിയത് നിങ്ങൾ ജേർണൽ എൻട്രീസ് പിന്നെയും റിവൈസ് ചെയ്തോളൂ കേട്ടോ. സോ ലെറ്റ് us take up an example. നിങ്ങൾ ഈ എക്സാമ്പിൾ ഒന്ന് എഴുതിയെടുത്തോളുക ടെക്സ്റ്റിലേക്ക്. I am going to show how we are going to account separate books. So GL-ൽ ഓപ്പൺ ചെയ്യേണ്ടത് GL ബുക്സ് ആണ്, DL ബുക്സ് ആൻഡ് CL ബുക്സ്. എന്തൊക്കെ ഓപ്പൺ ചെയ്യാനുണ്ട്? പർച്ചേസസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, ക്യാഷ് ഉണ്ട്. പിന്നെ GL-ൽ ഓപ്പൺ ചെയ്യേണ്ടത് CLA in GL account and DLA in GL. സോ ഇത് GL ബുക്സിലെ മാത്രം കാര്യം. ഇനി DL ബുക്സിൽ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ നമ്മൾക്ക് പർട്ടിക്കുലർ പാർട്ടീസിന്റെ പേര് നിന്ന് അപ്പോൾ അത് മാത്രം ഓപ്പൺ ചെയ്യുന്നത്. ഡെറ്റേഴ്സിൽ ഒരു ഡെറ്ററേ ഉള്ളൂ A. സോ അയാൾക്ക് ഒരു അക്കൗണ്ട്. പിന്നെ ഇത് ഒന്നും പറയാതിരുന്നാൽ കൂടി നമ്മൾ സെൽഫ് ബാലൻസിങ്ങിന്റെ ഭാഗമായിട്ട് ഓപ്പൺ ചെയ്യേണ്ട ഒരു ലെഡ്ജറും കൂടി ഉണ്ട്. എന്തായിരുന്നു? ദെൻ GLA പർച്ചേസസ് ക്രെഡിറ്റേഴ്സ് അപ്പോൾ എക്സ് മാത്രമാണ്. സോ എക്സ് അക്കൗണ്ട് ആൻഡ് CL-ൽ ഓപ്പൺ ചെയ്യേണ്ടത് GLA in CL. ഇത്രയും ലെഡ്ജേഴ്സ് ആണ് ഓപ്പൺ ചെയ്യുക. ഇനി ഓരോ ട്രാൻസാക്ഷൻ വെച്ചിട്ട് നമുക്ക് രണ്ടും റെക്കോർഡ്, അതായത് സാധാരണ റെഗുലർ അക്കൗണ്ടിങ്ങും അതോടൊപ്പം സെൽഫ് ബാലൻസിങ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം X for 5,000. So to X 5,000. X അക്കൗണ്ടിൽ പോയി purchases 5,000. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് എൻട്രി നോക്കുക. ക്രെഡിറ്റേഴ്സ് എവിടെയാണ്? ഇവിടെ ക്രെഡിറ്റർ ആരാണ്? എക്സ് ആണ്. സോ എക്സിന് ക്രെഡിറ്റ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ക്രെഡിറ്ററിന് ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റേഴ്സിന്റെ ആദ്യത്തെ ലെറ്റർ എന്തായിരുന്നു? C. അതേ പേരിലുള്ള CL-ലേക്ക് ക്രെഡിറ്റ് ചെയ്യണം ബൈ 5,000. എങ്ങനെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? CL ബുക്സിലുള്ള GLA ഉപയോഗിച്ച്, അതായത് GLA ബ്രാക്കറ്റിൽ നിന്ന് ഇൻ CL എന്ന് എഴുതും. എന്നിട്ട് GL ബുക്സിലുള്ള CL-ലേക്ക് ഡെബിറ്റ് ചെയ്തു ടു CLA 5,000. സോ ഈ ഒരു എൻട്രി കഴിയുമ്പോൾ CL ബുക്സ് മാത്രം ടാലി ചെയ്ത് നോക്കിയാൽ ട്രയൽ ബാലൻസ് ടാലി ചെയ്യുമ്പോൾ ഡെബിറ്റ് ഉണ്ട്, ഒരു ക്രെഡിറ്റ്. GL ബുക്സ് ടാലി ചെയ്ത് നോക്കിയാൽ പർച്ചേസിൽ ഒരു ഡെബിറ്റ് ഉണ്ട്, CLA ഒരു ക്രെഡിറ്റ് ഉണ്ട്, ടാലി ആകും. ഇതാണ് സെൽഫ് ബാലൻസിംഗ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. സോ അപ്പം ഏതെങ്കിലും ഒരു ലെഡ്ജർ, ഇപ്പോൾ DL ബുക്സ് ആണ് ടാലി ആവാത്തതെന്ന് വെക്കുക, അല്ലെങ്കിൽ ഇതേ എക്സാമ്പിളിൽ CL ബുക്സ് ആണ് ടാലി ആവാത്തതെന്ന് വെക്കുക. അൺഫോർച്ചുനേറ്റ്ലി നമ്മളിവിടെ എമൗണ്ട് എഴുതി, ഇപ്പോൾ 500 എന്ന് എഴുതി മൊത്തം. അപ്പോൾ ഈ ട്രയൽ ബാലൻസ് ടാലി ആകുമോ? ഇല്ല. ഡെബിറ്റിൽ 500 ക്രെഡിറ്റിൽ 5,000 ഉണ്ട്. അപ്പോൾ ഈ ട്രയൽ ബാലൻസ് ടാലി ആവാണ്ട് വരും, അല്ലെങ്കിൽ ഈക്വൽ ടു ആകാണ്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ക്രെഡിറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രീസിനാണ് എറർ. അപ്പോൾ എവിടെ മാത്രം നോക്കിയാൽ മതി? ഈ ബുക്ക് മാത്രം നോക്കിയാൽ മതി. അതും ഇതിന്റെ കറസ്പോണ്ടിങ് GL എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ? DL ബുക്സിലേക്ക് നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എറർ ഇവിടെ ക്രെഡിറ്റേഴ്സ് റിലേറ്റഡ് ആണ്, നമുക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. സോ ഇതാണ് സെൽഫ് ബാലൻസിങ്ങിന്റെ ഗുണം. സെയിം അടുത്ത ക്വിക്ക് എൻട്രി. സെയിൽസ് ടു A ഓൺ ക്രെഡിറ്റ് 10,000. സോ ബൈ സെയിൽസിൽ നമ്മൾ ബൈ എന്ന് പറഞ്ഞ് 10,000 കാണിക്കും. A അക്കൗണ്ടിൽ നമ്മൾ ടു സെയിൽ എന്ന് പറഞ്ഞ് 10,000 ഡെബിറ്റ്. ഇനി എൻട്രി എന്താണ്? A ഡെറ്റർ ആണ് അല്ലേ. അപ്പോൾ ഡെറ്ററിനെ ഡെബിറ്റ് ചെയ്തെങ്കിൽ ഡിയുടെ അതേ പേരിലുള്ള DLA-നെ ഡെബിറ്റ് ചെയ്യും. എങ്ങനെ ഡെബിറ്റ് ചെയ്യണം? DL-ലുള്ള GLA ഉപയോഗിച്ചു. 10
So now GLA and DLA ഒരു ക്രെഡിറ്റ് വരും ബൈ DLA in GLA 10,000. അപ്പോൾ നോക്കുക ഈ GLA അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്സിലൊക്കെ വരുന്ന എൻട്രിയുടെ എമൗണ്ടുകൾ നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്ന എമൗണ്ടുകളാണ്. നറേഷൻ അല്ലെങ്കിൽ ലെഡ്ജർ ഏതൊക്കെ ഉപയോഗിക്കുന്നത് എല്ലാം അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. CLAയും DLAയിലും അതായത് സ്റ്റാർട്ടിംഗ് ലെറ്റർ സിയും ഡിയും ആണെങ്കിൽ അതിനുള്ളിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും G വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ലെഡ്ജർ ഉപയോഗിച്ചാണ് വരുന്നത്. ജിയിലും GLAയും DLയും GLAയും CLയും ഡിയും സിയും വെച്ചിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് നിങ്ങളുടേതായ രീതിയിൽ അത് നിങ്ങൾ ഡിഫൈൻ ചെയ്യുകയോ വർക്ക്ഔട്ട് ചെയ്യുകയോ ചെയ്തോളാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. നെക്സ്റ്റ് ഇസ് ക്യാഷ് റിസീവ് ഫ്രം ഡെറ്റേഴ്സ്. എൻട്രി എന്താവും? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. എത്രയാണ് തന്ന്? 5,500. സോ ടു ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും എ എന്ന് പറഞ്ഞു 5,500. ഇനി ഡെറ്റേഴ്സ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യും ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് 5,500. അപ്പോൾ ഡെറ്റേഴ്സിൽ ഒരു ക്രെഡിറ്റ് വന്നു അല്ലേ? ഡിനെ ക്രെഡിറ്റ് ചെയ്തെങ്കിൽ DLAനെയും ക്രെഡിറ്റ് ചെയ്യുക. യൂസിങ് വിച്ച് ലെഡ്ജർ? ബൈ GLA in DLA 5,500. സോ ഇനി ഇവിടെ ഡെബിറ്റ് ചെയ്തെങ്കിൽ ഇവിടെ ക്രെഡിറ്റ് ചെയ്തെങ്കിൽ GLAയിൽ പോയി ഡെബിറ്റ് ടു DLA in GLA. ഇത് കുറച്ച് റിപ്പീറ്റ് ചെയ്യുന്നതും ആയിരിക്കും. പിന്നെ നമ്മൾ പറയുന്ന ലെഡ്ജേഴ്സ് ഒക്കെ ഏകദേശം വാക്കുകൾ കുറേയൊക്കെ സെയിം ആണ് അല്ലെ? ജിയും ഡിയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഉള്ളു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പറയുമ്പോഴും ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും എറർ വരുന്നെന്ന് ഞാൻ അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്യും, എനിക്ക് മനസ്സിലാവുന്നതാണെങ്കിൽ. നിങ്ങൾ എപ്പോഴും ആ ജേർണൽ എനിക്ക് തന്നിരിക്കുന്ന റെഫറൻസ് വെച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കാം കേട്ടോ. കാരണം സ്ലിപ്പ് ഓഫ് ദ ടങ്ങിൽ ജി ഒക്കെ ആയി പറഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങളുടെ കോൺസെപ്റ്റിനെ അഫക്റ്റ് ചെയ്യരുത്. നിങ്ങളാണെങ്കിലും പറയുന്നത് തിരിഞ്ഞു പോയാൽ മേക്ക് ഷുവർ ഒറിജിനൽ എൻട്രി മനസ്സിലാക്കാൻ നോക്കുക. അതായത് റെഗുലർ അക്കൗണ്ടിങ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് കറസ്പോണ്ടിങ് സെൽഫ് ബാലൻസിങ് എൻട്രി പോസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. സോ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും ബൈ എക്സ് എന്ന് പറഞ്ഞ് 2,500. ആരെ ഡെബിറ്റ് ചെയ്യും? എക്സിനെ പോയി ഡെബിറ്റ് ചെയ്യും ടു ക്യാഷ്. സോ ക്രെഡിറ്ററിനെ ഡെബിറ്റ് ചെയ്താൽ CLAനെ ഡെബിറ്റ് ചെയ്യും ടു CLA ടു GLA in CL എന്ന് പറഞ്ഞ് 2,000. And then ഇവിടെ ബൈ CLA in GL എന്ന് പറഞ്ഞ് 2,000. ഇത് കഴിഞ്ഞ് നമ്മൾക്ക് എന്ത് ചെയ്യാം? എല്ലാ ലെഡ്ജേഴ്സും ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം, എന്നിട്ട് ട്രയൽ ബാലൻസും പ്രിപ്പയർ ചെയ്യാം. സോ ഇവിടെ ബൈ ബാലൻസ് എത്രയുണ്ട്? 5,000. സെയിൽസിനും ബാലൻസ് 10,000. ക്യാഷ് അക്കൗണ്ട് ബൈ ബാലൻസ് 3,000. അതായത് ഓരോ ബുക്കിലെയും സെപ്പറേറ്റ്ലി ഞാൻ ചെയ്യണം. ഇവിടെയും ടു ബാലൻസ് എത്രയുണ്ട്? 2,500. DLA by balance 4,500. So I am going to prepare trial balance. ഇവിടെ trial balance എഴുതാൻ പോവുകയാണ്. Purchases debit and credit എന്ന് തന്നെ എഴുതി നമ്മൾക്ക് ചെയ്യും. Purchases 5,000 ആണ്. Sales 10,000. അല്ലേ? 5,000 sales 10,000. Cash 3,000. CLA and GL 3,000. And DLA and GL 4,500. Tally ആവുന്നുണ്ടോ നോക്കുക. 8,000. Sorry, this is 2,500. 3,000 അല്ല. 8,000 plus 4,500. So ഇവിടെ ഡെബിറ്റ് ഇസ് 12,500 ആൻഡ് ക്രെഡിറ്റും എത്ര തന്നെ? 12,000. അപ്പം നമ്മൾ ആദ്യത്തെ പ്രൂവ് ചെയ്തു. സെൽഫ് ബാലൻസിങ് അക്കൗണ്ടിങ് കൂടെ വന്നപ്പോൾ GL ബുക്സ് ടാലി ആയി കിട്ടും. ഇനി DL ബുക്സിന്റെ ബാലൻസസ് നമുക്ക് എഴുതാം. A അക്കൗണ്ടിൽ അപ്പോൾ സെപ്പറേറ്റ്ലി ഓരോ ബുക്കും നമ്മൾ ട്രയൽ ബാലൻസ് നോക്കും.
So A account in the balance 5,500 so 4,500 debit balance ഇവിടെ credit balance 4,000. So ഇവിടെ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതായത് DL ബുക്സിൽ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് A അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾക്കൊരു ഡെബിറ്റ് വരും 4,500. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് എക്ക് ഒരു ഡെബിറ്റ് ബാലൻസ് ആൻഡ് GLA ഇൻ DLന് ഒരു ക്രെഡിറ്റ് 4,500. അങ്ങനെ ഈ ട്രയൽ ബാലൻസ് ടാലി. സെയിം വേ CL ബുക്സ് ഒന്ന് നോക്കാം. CL ബുക്സിലെ എക്സിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് 2,500 ആൻഡ് CL ബുക്സിലെ CLA and GLയും ഒരു ഡെബിറ്റ് ബാലൻസ് ആണ് 2,500. സോ ഇവരുടെ ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും? ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. എക്സ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, എക്സിന് 2,500 ക്രെഡിറ്റ് ആൻഡ് GLA ഇൻ CLനോ ഡെബിറ്റ് 2,500. അങ്ങനെ നമ്മളുടെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ടാലി ചെയ്യാം. അപ്പോൾ ഓരോ ട്രയൽ ബാലൻസും ഓരോ ബുക്സിലെ നോക്കി GL ബുക്സിലെ 12,500 ടാലി ആയി കിട്ടും, DL ബുക്സിൽ 4,500 ടാലി ആയി കിട്ടും ആൻഡ് CL ബുക്സിൽ 2,500 ടാലി ആയി കിട്ടും. So this is how self-balancing ledger helps you in tallying out trial balances in each set of books, thus ensuring that you can track any errors if it doesn't tally in any of these books. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഏരിയ കുറേ കൂടി ലിമിറ്റ് ചെയ്യും, എറർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കും. പറഞ്ഞ് ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ തിയററ്റിക്കലി ഞാൻ നിങ്ങൾക്കൊന്ന് തരികയാണ്, അത് നിങ്ങൾ നോട്ടിലേക്കൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ നോക്കിയാൽ ഒരു പെട്ടെന്ന് നമുക്കൊരു ജസ്റ്റ് കിട്ടും ഈ ഒരു ചാപ്റ്ററിന്. So first important point is each ledger book can have a separate TB with the help of self-balancing accounts. That we have already shown here also. നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്ത ഓരോ ട്രയൽ ബാലൻസ് ചെയ്യും. രണ്ടാമത്തെ പോയിന്റ്, when separate trial balances are prepared in each ledger books, errors can be easily traced if the trial balance doesn't tally. If trial balance in CL book doesn't tally, then error is related to purchase transaction. If trial balance in debtors ledger doesn't tally, then the error is related to sale transaction. അതായത് ഈ ബുക്കിലെ ട്രയൽ ബാലൻസ് ആണ് ടാലി ആവാത്തെങ്കിൽ സെയിൽ റിലേറ്റഡ് ആയിരിക്കും എറർ. CL ബുക്സിലെ ട്രയൽ ബാലൻസ് ആണ് ടാലി ആവാത്തെങ്കിൽ purchases related ആയിരിക്കും error. And next point is, പക്ഷേ if trial balance doesn't tally in GL, അതായത് GL ബുക്സിലെ ട്രയൽ ബാലൻസ് ആണ് ടാലി ആവാത്തെങ്കിൽ അതിൻ്റെ അർത്ഥം പർച്ചേസും സെയിലും ഒഴികെയുള്ള ട്രാൻസാക്ഷൻസ് കാരണമാണ് എറർ വന്നിരിക്കുന്നത്. പർച്ചേസും സെയിലും വഴിയുള്ള എറർ ആണ് വന്നിരിക്കുന്നതെങ്കിൽ ഈ രണ്ട് ബുക്കിലെ ട്രയൽ ബാലൻസ് ആവും തെറ്റുക. ഈ രണ്ട് ബുക്കിലെ ട്രയൽ ബാലൻസ് ശരിയായിക്കൊണ്ട് GL ബുക്സിൽ മാത്രം എൻട്രി തെറ്റിയെങ്കിൽ അതിൻ്റെ അർത്ഥം സെയിലും പർച്ചേസും അല്ലാത്ത അതർ ദാൻ സെയിൽ ആൻഡ് പർച്ചേസ് ബാക്കി ഏതൊരു എക്സ്പെൻസോ ഇൻകമോ ക്യാഷോ ഒക്കെ ആയിരിക്കും കാരണം ട്രയൽ ബാലൻസ് ടാലി ആവാതിരിക്കാൻ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്പർ 6. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതലും ചോദിക്കാൻ സാധ്യത ലെഡ്ജർ പ്രിപ്പറേഷൻ ആണ്. അതിൻ്റെ ബേസിക്സ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ജേർണൽ വെച്ചിട്ട് തുടങ്ങുന്നത്. സോ ലെഡ്ജർ പ്രിപ്പറേഷനിൽ നമ്മൾക്ക് ജേർണൽ ഒന്നും ഓർക്കാതെ തന്നെ ഒരു പരിധി വരെ പെട്ടെന്ന് എങ്ങനെ പ്രസന്റ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പോയിന്റ്സ് ആണ് ഇനി പറയുന്നത്. DLA ഇൻ GL അക്കൗണ്ട്, അതായത് GL ബുക്സിനകത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന DLA is as good as debtors account. Debtors account നമ്മൾ ഓപ്പൺ ചെയ്താൽ എങ്ങനെ ഇരിക്കുമോ അത് തന്നെയാണ് DLAയും GL അക്കൗണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത്. only difference എന്താണ് is in relation to the ledger name used in the account. അതായത് ആ ലെഡ്ജറിനുള്ളിൽ യൂസ് ചെയ്യുന്ന ലെഡ്ജർ പേരുകളാണ് വ്യത്യാസം. ഇനി നമുക്ക് അതൊന്ന് നോക്കാം അല്ലേ. ഈ ക്വസ്റ്റ്യനിൽ ഡെറ്റർ ആരായിരുന്നു? A അക്കൗണ്ട്. A അക്കൗണ്ടിൽ നോക്കിയേ ഡെബിറ്റിൽ ഒരു 10,000 ക്രെഡിറ്റിൽ ഒരു 5,500. DLA അക്കൗണ്ട് നോക്കി ഇൻ GL ആണ്, ഡെബിറ്റിൽ ഒരു 10,000 ക്രെഡിറ്റിൽ ഒരു 5,000. പക്ഷേ ഡെറ്റർ അക്കൗണ്ടിൽ ഡെബിറ്റും ക്രെഡിറ്റും യൂസ് ചെയ്യുന്ന സെയിലും ക്യാഷും ആണ്. പക്ഷെ ഇവിടെ എമൗണ്ടുകൾ അതാണെങ്കിലും യൂസ് ചെയ്യുന്ന ലെഡ്ജർ പേരിലാണ് വ്യത്യാസം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ DLA ഇൻ GL എന്ന് വെച്ചാൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ഡെറ്റർ കൂടാൻ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണോ വരിക അതൊക്കെ ആയിരിക്കും DLA അക്കൗണ്ടിൽ വരാൻ പോകുന്നത്.
ഡെറ്റേഴ്സ് അക്കൗണ്ട് കുറയാൻ എന്തൊക്കെയാണോ വരുന്നത് അതൊക്കെയാണ് ക്രെഡിറ്റിൽ വരാൻ. പക്ഷെ നമ്മൾ അവിടെ ഏത് ലെഡ്ജർ വഴിയാണ് അത് പോസ്റ്റ് ചെയ്യേണ്ടത്? DL ബുക്സിലുള്ള GLA വഴിയാണെന്ന് മാത്രം. എന്നിട്ട് ബ്രാക്കറ്റിലോ താഴെയോ നിങ്ങൾക്ക് അതിന്റെ റീസൺ എഴുതാം, സെയിൽസ് കൊണ്ടാണോ ക്യാഷ് റിസീവ് ചെയ്തുകൊണ്ടാണോ എന്നൊക്കെ. അപ്പോൾ DLA ഡെറ്റേഴ്സ് പോലെയാണെങ്കിൽ CLA എന്തുപോലെ ആയിരിക്കും? ക്രെഡിറ്റേഴ്സ് പോലെ ആയിരിക്കും. ക്രെഡിറ്റേഴ്സ് ഇവിടെ എക്സ് നോക്കുക, എക്സിന് ക്രെഡിറ്റ് 5000, ഡെബിറ്റ് 2500. CLA നോക്കുക, ക്രെഡിറ്റ് 5000, ഡെബിറ്റ് 2500. ഇവിടെയും പേരുകൾ യൂസ് ചെയ്തിരിക്കുന്ന, ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന ലെഡ്ജർ നെയിം വ്യത്യാസമാണെന്ന് മാത്രം. ദാറ്റ് ഈസ് 6 and 7. അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത്. കാരണം ലെഡ്ജർ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫുൾ ഹിസ്റ്ററി ഒന്നും അറിഞ്ഞില്ലെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പരിധി വരെ കുറെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് ഓർത്ത് കഴിഞ്ഞാൽ. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് സെൽഫ് ബാലൻസിങ് എൻട്രി എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യണമെന്നില്ല വരുന്നതനുസരിച്ച്. അത് ഒരു പീരിയോഡിക്കൽ ഇന്റർവെൽ ആയിരിക്കും. ഒന്നെങ്കിൽ ഒരു ദിവസത്തെ മുഴുവൻ എടുത്തത്, അതായത് ഒരു ദിവസം 15 പർച്ചേസ് കാണും, ആ 15 പർച്ചേസിനും നമ്മൾ ഈ എൻട്രി എഴുതണമെന്നില്ല. പകരം ആ 15 പർച്ചേസിൻ്റെയും കൂടെ ക്യുമുലേറ്റീവ് ആയിട്ടൊരു എൻട്രി ആയിരിക്കും എഴുതുന്നത്. അപ്പോൾ ഡേ വൈസോ അല്ലെങ്കിൽ മന്ത്ലിയോ ക്വാർട്ടർലിയോ ഒക്കെ ആയിരിക്കും സെൽഫ് ബാലൻസിങ് എൻട്രി റെക്കോർഡ് ചെയ്യുന്നത്. അതായത് CLA, DLA, GLA ഒക്കെ യൂസ് ചെയ്യുന്നത് ആ പീരിയോഡിക് ആയിരിക്കും. ട്രാൻസാക്ഷൻ വൈസ് അത്രയും തന്നെ വരണമെന്നില്ല. അപ്പോൾ പിന്നെ ഇരട്ടിപ്പണിയായി പോകത്തില്ലേ? റെഗുലർ അക്കൗണ്ടിങ്ങും ചെയ്യണം, അതിൻ്റെ കൂടെ സെൽഫ് ബാലൻസിങ്ങും ചെയ്യണം. അപ്പോൾ സെൽഫ് ബാലൻസിങ് ഒരു പീരിയോഡിക്കൽ ഇന്റർവെല്ലിൽ ചെക്ക് ചെയ്ത് പോവുകയാണ് ടു എൻഷുർ ദാറ്റ് ഒരു ബുക്സിലും എറർ ഇല്ല. So when it happens on a periodical interval, നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ അനുസരിച്ചല്ല പോകുന്നത് അല്ലേ? അപ്പോൾ കുറച്ചും കൂടി പ്രസന്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഉചിതം. ഇനി DLA അക്കൗണ്ടിന്റെയും CLAയുടെയും ഞാൻ ജസ്റ്റ് തന്നിരിക്കുകയാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചോളൂ. ദിസ് ഇസ് ആസ് ഗുഡ് ആസ് DLA ആസ് ഗുഡ് ആസ് എന്നാണ് നമ്മൾ പറഞ്ഞത് ഡെറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ DLA എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഡെറ്റേഴ്സ് അക്കൗണ്ട് വരുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് കാണില്ലേ? ഇവിടെയും ഒരു ഓപ്പണിംഗ് ബാലൻസ് കാണും. ഇതെന്തായിരിക്കും അക്കൗണ്ട്? ഓപ്പണിംഗ് ഡെറ്റേഴ്സ്. അടുത്ത ഡെറ്റേഴ്സ് കൂടാനുള്ള കാരണം എന്താണ്? ക്രെഡിറ്റ് സെയിൽ. സാധാരണ അക്കൗണ്ടിങ്ങിൽ നമ്മൾ 2 സെയിൽസ് നേടും. ഇവിടെയോ GLA and DL വഴിയായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇൻ ടു GLA and DL എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സെമിക്കോളൻ ഇട്ട് ഡെറ്റേഴ്സ് കൂടാനുള്ള എല്ലാ കാരണങ്ങളും നമ്മളിങ്ങനെ ഓരോന്നായിട്ട് താഴെ എഴുതും. അത് മോസ്റ്റ്ലി സെയിൽസ് മാത്രമേ വരുള്ളൂ. സോ അതാണ് ഇങ്ങനെ എഴുതി പോയിരിക്കുന്നത്. ഇനി ഡെറ്റേഴ്സ് കുറയാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? ക്യാഷ് അവർ തന്നു കാണും അല്ലേ? അപ്പോൾ ക്യാഷ് തരുമ്പോൾ നോർമൽ അക്കൗണ്ടിങ് എന്താണ്? ഡെറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെയും DLനെ ക്രെഡിറ്റ് ചെയ്യും. ഏത് ലെഡ്ജർ ഉപയോഗിച്ച്? ബൈ GLAയും DL. അപ്പോൾ അതൊരു കോമൺ ലെഡ്ജർ പോലെ യൂസ് ചെയ്തിട്ട് സെമിക്കോളൻ പോലെ വല്ലതും ഇട്ട് അല്ലെ ഹൈഫൻ ഇട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറയാനുള്ള കാരണങ്ങൾ ഓരോന്ന് അടുക്കി താഴോട്ട് എഴുതും. എന്നിട്ട് അതിന്റെ എമൗണ്ടുകൾ എഴുതും. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് കണ്ടുപിടിക്കും. സെയിം വേ CLA. ഇത് എന്ത് തന്നെയാണ്? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ഡെറ്റേഴ്സ് അക്കൗണ്ടും തന്നെയാണ്. അപ്പോൾ അവിടെ വരുന്ന ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റുകൾ തന്നെ നോക്കുക. പക്ഷെ ആ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് സാധാരണ വരുന്ന ട്രാൻസാക്ഷൻ നമുക്ക് അക്കൗണ്ട് ആയിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ അക്കൗണ്ട് ആയിട്ട് നമ്മൾ റൂട്ട് ചെയ്യേണ്ടത് ടു GLA DL ടു GLA CL വഴിയാണ്. പക്ഷെ അതിനകത്തെ ഉള്ളിലെ കണ്ടന്റ് സെയിലും പർച്ചേസും ഒക്കെ ആയിരിക്കും. ഇനി GLA ആണ് നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നതെങ്കിൽ അപ്പം കാണാതെ പഠിക്കുന്നത് നല്ലത് എപ്പോഴും ഈ 2 ലെഡ്ജർ പഠിക്കുന്നതാണ്. കാരണം ഡെറ്റർ ആണ് ക്രെഡിറ്റർ ആണ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. ഇത് ഡെറ്റേഴ്സും ഇത് ക്രെഡിറ്റേഴ്സും പോലെയാണ്. ഇനി നിങ്ങളോട് GLA ആണ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നതെങ്കിൽ GLA DLും GLAയും CLും ആണ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നതെങ്കിൽ എന്തോർത്താൽ മതി? ഈ DLA അക്കൗണ്ടിന്റെ മിറർ ഇമേജ് ആണ് GLAയും DL. അപ്പോൾ DLA നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ GLAയും DL എന്ത് ചെയ്താൽ മതി? ഈ 2 ബാലൻസ് എല്ലാം അവിടെ ബൈ ബാലൻസ് ആവും. ഇവിടെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ GLAയും DL ക്രെഡിറ്റ് ആവും. അങ്ങനെ മിറർ ഇമേജ് ആക്കി എഴുതുക. സോ അതാണ് 9th and important point. The GLA account in both books are mirror images of DLA in GL and CLA in GL. അപ്പോൾ ഇത് രണ്ടും അറിഞ്ഞാൽ ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. സോ ഇത്രയും പോയിന്റ്സും നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിന്റുകൾ ഓർത്തിരുന്നാലും മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എൻട്രീസ് റികളക്ട് ചെയ്യാൻ പറ്റും. So let us take up question number 2 quickly. On 1/10/2010, the debit balances of debtors account 77,500 in the books of Messrs. Z Limited. Transaction during the 6 months ended 31st March 2011 were as follows. Total sales including cash sales 84,000. Payment received from debtors. Bills receivable or received or drawn. Discount allowed to customers for prompt payment
goods rejected and returned back by customers, bad debts recovered, written off in 2009, interest debited for delay in payment. 1,250 out of the bills received, bills of 8,500 were dishonored on due dates and noting charges paid 250. Noting charge ഒക്കെ നമ്മൾ പഠിച്ചാണ് bills of exchange chapter കേട്ടോ. Bills of 5,000 were endorsed to suppliers. You are required to prepare a debtors ledger adjustment account for the period ending 31st March in general ledger of മെസ്സേഴ്സ്. അപ്പം നമ്മളോട് എന്ത് മാത്രം പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്? DLA അക്കൗണ്ട് മാത്രം. DLA in GL എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഡെറ്റേഴ്സ് അക്കൗണ്ട് എങ്ങനെയാണോ അത് തന്നെയാണ് DLA. അതിനുള്ളിൽ എഴുതുന്ന അക്കൗണ്ടുകളുടെ വ്യത്യാസം മാത്രമാണ്. സോ ഈ ഒരു മോഡലായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കൂടുതൽ. സോ DLA in GL അക്കൗണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2. സോ DLAക്ക് ഓപ്പണിംഗ് ബാലൻസ് എന്താണ്? ഡെറ്റേഴ്സിനുള്ള ഓപ്പണിംഗ് ബാലൻസ് പോലെ തന്നെ നമുക്ക് ഡേറ്റ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. 1/10/2000. ബാലൻസ് ബ്രോട്ട് ഔട്ട് എത്രയാണ് ബാലൻസ്? 77,500 എന്ന് നിങ്ങൾക്ക് DLA എന്ന് പറയുന്നത് ഡെറ്റേഴ്സ് തന്നെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ബാലൻസ് ഓപ്പണിംഗ് ഡെബിറ്റിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അതുകൊണ്ടാണ് ആ ഇമ്പോർട്ടൻറ്റ് 9 പോയിന്റ്സ് മനസ്സിൽ വെക്കുക എന്ന് പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് ടോട്ടൽ സെയിൽസ് ഇൻക്ലൂഡിങ് ക്യാഷ് സെയിൽസ് 84, അതായത് ഡെറ്റേഴ്സ് കൂടാനുള്ള കാരണമാണ് അല്ലെ സെയിൽസ്. അപ്പോൾ ഡെറ്റേഴ്സ് ഡെബിറ്റ് ഇൻക്രീസ് ആവണം, DLA ഇൻക്രീസ് ചെയ്യണം. ഇത് 6 മാസത്തിൻ്റെ ടോട്ടൽ ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഡേറ്റ് അറിയില്ല, സോ നമ്മൾ പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നും എഴുതുന്നില്ല. 2 എന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതി പോവുകയാണ്. സോ അടുത്തത് 2 GLA ഇൻ DL അക്കൗണ്ട്. എന്നിട്ട് നമ്മൾ ആ ഫോർമാറ്റ് കാണിച്ചതുപോലെ സെമി കോളൻ ഇട്ടിട്ട് എഴുതാൻ പോവുകയാണ്. ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസിലെ ഡെറ്റേഴ്സ് കൂടത്തുള്ളൂ, ക്യാഷ് സെയിൽസ് കൂടുമോ? ഇല്ല. സോ 84,000 മൈനസ് 14,000 എത്രയുണ്ട്? 70,000. So this point is done. This point is അടുത്തത് പേയ്മെന്റ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ഇൻ ക്യാഷ്. അപ്പോൾ പേയ്മെന്റ് കിട്ടിയതാണ്, ഡെറ്റേഴ്സ് കുറഞ്ഞു. അപ്പോൾ ബൈ ക്യാഷ് ആണെങ്കിലും GLA വഴിയേ നമുക്ക് റൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ GLA ഇൻ DL അക്കൗണ്ട് എന്ന് എഴുതുക, സെമിക്കോളൻ ഇട്ട് ക്യാഷ് റിസീവ്ഡ് 38,000 എഴുതുക. ഒന്നെങ്കിൽ ഇതൊക്കെ ഇന്നർ കോളത്തിൽ എഴുതാം, അല്ലെങ്കിൽ ഔട്ടർ കോളത്തിൽ എഴുതാം. നമുക്കിത് ഔട്ടർ കോളത്തിൽ എഴുതിയേക്കാം. പക്ഷെ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. 38,000. Then we have 38,000 കഴിഞ്ഞു. അടുത്തത് ബിൽസ് റിസീവ്ഡ്, അതായത് BR കിട്ടി ക്യാഷിന് പകരം. അപ്പോൾ ഡെറ്റേഴ്സ് വീണ്ടും കുറഞ്ഞു അല്ലേ? സോ വിച്ച് മീൻസ് BR 26,000. അപ്പോൾ ക്യാഷ് റിസീവ്ഡ് പോലെ തന്നെ BR എന്ന് പറഞ്ഞ് 26,000. ഇനി ആ ജേർണൽ എൻട്രി ഒന്നും പെട്ടെന്ന് ഓർത്തില്ലെങ്കിലും ഈ ഒരു മോഡൽ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് ചെയ്യാം. ഡെറ്റേഴ്സ് പോലെ തന്നെയാണ് ഇതും പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഡെറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യും BR കിട്ടുമ്പോൾ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഡിസ്കൗണ്ട് അലൗഡ് ടു കസ്റ്റമേഴ്സ് ഫോർ പ്രോംപ്റ്റ് പേയ്മെന്റ്. അതായത് അവരുടെ ബാലൻസ് കുറയുകയാണ്, അവർ തരേണ്ട പൈസ 1000 രൂപ കുറച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഡെബിറ്റിൽ ആ പൈസയും കൂടെ ചേർന്ന് കിടപ്പുണ്ട്. ഇനി എനിക്ക് അവരോട് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് ഐ ഹവ് ഗിവൻ ദം ആസ് ഡിസ്കൗണ്ട്. ദെയർഫോർ ക്രെഡിറ്റിൽ റെക്കോർഡ് ചെയ്യുക അലോങ് വിത്ത് ദ അതർ പോയിന്റ്സ് ബൈ ഡിസ്കൗണ്ട് എന്നുള്ളത്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് we will record 1,000 rupees. And then അടുത്ത സെന്റൻസ് or അടുത്ത പോയിന്റ്. So 1,000 കഴിഞ്ഞു. Goods rejected and returned back by customers. അതായത് സെയിൽസ് റിട്ടേൺ ആണ് പറയുന്നത്. സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ബാലൻസ് കുറയ്ക്കുമല്ലേ? സോ സെയിൽസ് റിട്ടേൺ ഓൾസോ ക്രെഡിറ്റ് ചെയ്യും 2,550. ഇനി അടുത്ത പോയിന്റ് ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് റിട്ടേൺ ഓഫ് ഇൻ 2009. 2010-ലെയും 2011-ലെയും കണക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അല്ലേ? 2009 ബാഡ് ഡെറ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്താണ്. അപ്പോൾ അന്ന് എൻ്റെ ഡെറ്റർ ബാലൻസിൽ നിന്ന് കുറഞ്ഞാണ്. അപ്പോൾ ഈ 77,000 ആ ബാഡ് ഡെറ്റ് ഉണ്ടോ? ഇല്ല, എഴുതി കളഞ്ഞു. അതിപ്പോൾ റിസീവ് ചെയ്യുന്നു. അതിൻ്റെ ഒറിജിനൽ എൻട്രി എന്തായിരിക്കും? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് അല്ലേ? അവിടെ എവിടെയെങ്കിലും ക്രെഡിറ്റേഴ്സോ ഡെറ്റേഴ്സോ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ DLA അക്കൗണ്ടിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നു?
ഇല്ല. So in your note you will have to write no entry as there is no effect on debtors. Yeah, there's no effect on debtors. No entry in DLA എന്ന് എഴുതിക്കണം. Effect on debtors. ഇനി അവസാനത്തേത് ഇൻട്രസ്റ്റ് ഡെബിറ്റഡ് ഫോർ ഡിലേ ഇൻ പേയ്മെന്റ്. അതായത് അവർ പൈസ തരാൻ താമസിച്ച കാരണം നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റും കൂടെ ചാർജ് ചെയ്തു. അതായത് അവരെനിക്ക് തരേണ്ട പൈസ കൂടുകയാണ്, എൻ്റെ ബാലൻസ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതലാവുകയാണ്. സോ ഇൻട്രസ്റ്റിനെ ഡെബിറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റ് ഓൺ ലേറ്റ് പേയ്മെന്റ് 1000 to 50 ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കുക, ആഫ്റ്റർ ദ ടേബിൾ. After the table, out of the bills received, BR ഒരു 26,000 കിട്ടിയതിൽ 8,500 were dishonored on due dates and noting charges paid 250. അതായത് ടോട്ടലി അവരുടെ കയ്യിൽ നിന്ന് 8,500 ഡിസോണർ ആയി, ഒരു നോട്ടിംഗ് ചാർജ് 250. നമ്മൾ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു, നോട്ടിംഗ് ചാർജ് വന്നു കഴിഞ്ഞാൽ അത് പേ ചെയ്യുന്നത് നമ്മളാണ്, ബിസിനസ്സുകാരാണ്. പക്ഷേ ആരുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യണം? ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യണം. സോ എൻട്രി എന്തായിരിക്കും? ഇവരുടെ ബാലൻസ് വീണ്ടും കൂടണം അല്ലേ? ബി ആർ കിട്ടിയപ്പോൾ നമ്മൾ അവരെ കുറച്ചു. ഇനി ബി ആർ ഡിസോണർ ആവുമ്പോഴോ 8,500 മാത്രം പോരാ, നോട്ടിംഗ് ചാർജും കൂടെ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. നോട്ടിംഗ് ചാർജസ് 250. ഇനി അടുത്തത് ബിൽസ് ഓഫ് 5,000 വേർ എൻഡോസ്ഡ് ടു സപ്ലയേഴ്സ്. എൻ്റെ കയ്യിൽ കിട്ടിയ കുറെ ബിൽ റിസീവബിൾ ഞാൻ സപ്ലയറിന് എൻഡോസ് ചെയ്തു. ഒറിജിനൽ എൻട്രി എന്താണ്? റെഗുലർ അക്കൗണ്ടിങ്, ക്രെഡിറ്റർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബി ആർ. അപ്പോൾ ക്രെഡിറ്റർ ആണ് വരുന്നത്. നമ്മളോട് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? DLA ആണ്. DLA എന്ന് വെച്ചാൽ ഡെറ്ററിനോട് തുല്യമായിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അപ്പൊ ക്രെഡിറ്ററിനെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന എൻട്രി എഴുതേണ്ട കാര്യമുണ്ടോ? ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. CLA ചോദിച്ചിരുന്നെങ്കിൽ ഈ എൻട്രി വന്നേനെ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് GLA ആണ്. നോ എഫക്റ്റ് ഇൻ DLA അക്കൗണ്ട് ബട്ട് ഓൺലി ഇൻ CLA. അതായത് CLAയിലാണ് ശരിക്കും എഫക്റ്റ്. നമ്മളോട് CLA ചോദിക്കാൻ സ്ഥിതിക്ക് ഈ ഒരു പോയിന്റ് നമ്മൾ ഇഗ്നോർ ചെയ്യുക വഴിയും. അപ്പോൾ ഇത്രയും എൻട്രീസ് ആണ് നമുക്ക് മുഴുവനുള്ളത്. ഇത് കഴിയുമ്പോൾ നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ക്ലോസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും എൻട്രീസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കി ഡെറ്റേഴ്സിന് ക്രെഡിറ്റ് ബാലൻസ് വരുന്ന പോലെ ബാക്കി ബാലൻസിങ് ഫിഗറായിട്ട് കണ്ടുപിടിച്ച് എഴുതുക. So which is 89,950. So ledger preparation കുറച്ചും കൂടെ സിമ്പിൾ ആണ്. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി ജേർണൽ എൻട്രി ഒക്കെ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്താലും വലിയ ഡിഫിക്കൽട്ടി തോന്നിയാലും പിന്നെ അങ്ങോട്ട് ഡെറ്റർ ക്രെഡിറ്റർ എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ബേസ് മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ നമ്പർ 2 തീർന്നു. ഇനി ക്വിക്ക്ലി ഒരു 3-4 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. Let us see which one. Let us see if we can do everything. Yeah. ഇനി അധികം ഡിസ്കഷൻ ഞാൻ പെട്ടെന്ന് ചെയ്തു പോകുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 3, the following information is extracted from the books of Srihari for the year end. Total of sales ledger balance as well as that of purchase ledger. Prepare sales ledger and purchases ledger adjustment accounts from the above information. അപ്പോൾ നമ്മളോട് എന്ത് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? സെയിൽസ് ലെഡ്ജറും പർച്ചേസ് ലെഡ്ജറും ഞാൻ പറഞ്ഞിരുന്നു. DLAക്കും CLAക്കും പകരം അവർ പറയുന്നതാണ്. DLA എന്ന് വെച്ചാൽ ഡെറ്റേഴ്സ് ലെഡ്ജർ, അതിന് പകരം സെയിൽസ് എന്ന് പറയാം. CLA ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ പർച്ചേസസ് എന്നാണ്, പർച്ചേസ് ലെഡ്ജർ. അതിന് പകരമായിട്ട് പറയുന്ന മറ്റൊരു പേരാണ്. അപ്പോൾ ദിസ് ഇസ് നത്തിങ് ബട്ട് DLAയും ദിസ് ഇസ് നത്തിങ് ബട്ട് CLA. അതായത് പർച്ചേസും സെയിലും വഴിയാണ് Dയും Cയും ക്രിയേറ്റ് ചെയ്യുന്നത്, ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും. അപ്പോൾ പേരുകൾ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യും. ഇത് രണ്ടും പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ക്വിക്ക്ലി ഓപ്പൺ. അപ്പോൾ പേരുകൾ ഞാൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്ന പേരുകൾ തന്നെ എഴുതുകയാണ്. സെയിൽസ് ലെഡ്ജർ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കോളുക. DLAയും GL ആണ് പ്രിപ്പയർ ചെയ്യുന്നത്.
purchases. So start with the sales 3,80,000. So total of sales ledger balance opening balance തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം എഴുതിക്കോളൂ. So DLA എന്ന് വെച്ചാൽ 1/4 ഇതായിരുന്നു ഡേറ്റ് 90,600. This is nothing but debtors പോലെ. അങ്ങനെ എഴുതി നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ചെയ്തു. And purchases account 78,600. സെയിൽസ് ആൻഡ് പർച്ചേസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ സെയിൽസും പർച്ചേസും ഒന്നും ക്യാഷ് എത്ര ക്രെഡിറ്റ് എത്ര എന്ന് പറയുന്നില്ല. സോ വി ആർ അസ്യൂമിങ് എൻറ്റയർ തിങ് തന്നിരിക്കുന്നത് ക്രെഡിറ്റ് ആയിട്ട് അസ്യൂം ചെയ്യണം. സോ സെയിൽസ് ക്രെഡിറ്റ് സെയിൽസ് 3,80,800. ഡേറ്റ് നമുക്കറിയില്ല. സോ ഈ ഡേറ്റ് തൊട്ട് 31/3/2000 വരയ്ക്ക് ഉള്ളിൽ നടന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു റേഞ്ച് അങ്ങോട്ട് കൊടുക്കാം. സോ 2 GLA ഇൻ DL വഴിയാണ് ഇതെല്ലാം പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. Sales 3,80,800. Purchases 3,26,000. So 2011 and then 2 by GLA in CL account. Purchases 3,26,000. ഇനി അടുത്ത് എന്താണ് റിട്ടേൺ ഔട്ട്വേർഡ്, അതായത് തിരിച്ച് നമ്മൾ വെളിയിലേക്ക് റിട്ടേൺസ് അടിക്കണം. വാട്ട് ഇസ് ദാറ്റ്? പർച്ചേസ് റിട്ടേൺ ആണോ സെയിൽസ് റിട്ടേൺ ആണോ? പർച്ചേസസ് റിട്ടേൺസ് റിട്ടേൺ ഔട്ട്വേർഡ്. സോ 14,000. സോ പർച്ചേസസ് ലെഡ്ജറിനെ എഫക്ട് ചെയ്യുന്നതാണ്. ഡേറ്റ് നമ്മൾക്ക് വീണ്ടും അറിയില്ല. സോ ആ റേഞ്ച് തന്നെ കൊടുക്കുക. ടു GLA CL പർച്ചേസ് റിട്ടേൺസ് എന്നോ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്നോ കൊടുക്കുക. എത്രയായിരുന്നു? 14,000. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് 178,200. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് കുറഞ്ഞു. by GLA in DL account. Cash receipt എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്? 1,78,200. അടുത്തത് ബിൽസ് പേയബിൾ അക്സെപ്റ്റ്, അതായത് നമ്മൾ ബിൽസ് പേയബിൾ അക്സെപ്റ്റ് ചെയ്തു. സോ ബിൽസ് പേയബിൾ ക്രിയേറ്റ് ആയി ക്രെഡിറ്റേഴ്സ് ബാലൻസ് കുറഞ്ഞു അല്ലേ? ബിൽസ് പേയബിൾ അക്സെപ്റ്റ് ചെയ്തത് ക്രെഡിറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്തു 1,20,000. ക്രെഡിറ്റേഴ്സ് കുറയാനുള്ള കാരണം അല്ലേ? സോ BP 1,22,000. നെക്സ്റ്റ് ഇസ് റിട്ടേൺസ് ഇൻവേർഡ്. സെയിൽസ് റിട്ടേൺ നമ്മുടെ ഉള്ളിലേക്ക് റിട്ടേൺസ് വന്നു 17,600. സെയിൽസ് റിട്ടേൺ ആണ്. ഡെറ്റേഴ്സ് കുറഞ്ഞു. സെയിൽസ് റിട്ടേൺ ഓർ റിട്ടേൺ ഇൻവേർഡ് 17
600. Cash paid to creditors 1,86,000. അപ്പോൾ creditors കുറയാനുള്ള കാരണം ഡെബിറ്റ് ചെയ്യണം. Cash paid 1,86,000. Then next is bills receivable drawn. അതായത് BR കിട്ടി, ഡെറ്റേഴ്സിന് കാശ് കിട്ടുന്നതിന് പകരം. സോ 1,36,000 ഡെറ്റേഴ്സ് കുറയണം, ഡെറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുക. 1,36,000. നെക്സ്റ്റ് ഇസ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഡിസ്കൗണ്ട് എപ്പോഴും നമ്മൾ റിസീവ് ചെയ്ത് നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുമ്പോൾ അവർ കുറച്ച് തരുന്നു അല്ലെ 4,000. അതായത് പർച്ചേസിന്റെ ക്രെഡിറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് 4,000. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ക്രെഡിറ്റേഴ്സ് പറയാനുള്ളതാണ് ഡിസ്കൗണ്ട് റിസീവ്ഡ് 4,000. നമ്മൾ ഡിസ്കൗണ്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പോലെ നമ്മൾക്ക് കിട്ടിയത്. സോ 4,000 കഴിഞ്ഞു. അടുത്തത് ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ്. എവിടെ നിന്നാണ് ബാഡ് ഡെറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യുന്നത്? പുതിയതായിട്ട് നമ്മുടെ ഡെറ്റർ ബാലൻസ് ഇനി കിട്ടില്ല എന്നല്ല. അപ്പോൾ 24,000 നമ്മുടെ ഡെബിറ്റിൽ നിന്ന് ഡെറ്റേഴ്സിൽ നിന്ന് കുറയണം. ബാഡ് ഡെറ്റ്സ് 24,000. ബാഡ് ഡെറ്റ്സ് ഇപ്രാവശ്യം എഴുതി തള്ളിയത് പിന്നെ എപ്പോഴേലും റിക്കവർ ചെയ്താണ് തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം, അതുകൊണ്ടാണ് അതിനെ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. ഇനി റിസർവ് ഫോർ ഡിസ്കൗണ്ട് ടു ഡെറ്റേഴ്സ്, അതായത് വാട്ട് ഇസ് ദിസ്? പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. Now provision for doubtful debts ഇവിടെ വരുമോ ഇല്ലയോ? പ്രൊവിഷൻ എന്ന് പറയുന്ന എൻട്രിയുടെ ജേർണൽ എൻട്രി എന്തായിരുന്നു? ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ അല്ലെ P&L അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അവിടെ എവിടെയെങ്കിലും ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഉണ്ടോ? ഇല്ല. അപ്പം നോ എൻട്രി. സോ നിങ്ങളുടെ നോട്ടിൽ എഴുതിക്കൊള്ളുക നോ എൻട്രി. റീസൺ ഡിസ്കൗണ്ട് അലൗഡ്. റീസൺ നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ അലൗ ചെയ്തത് ഡെറ്റേഴ്സിന്റെ ബാലൻസ് കുറയാൻ കാരണമാണ് 1,800. സോ ഡിസ്കൗണ്ട് അലൗഡ്. ബാഡ് ഡെറ്റ്സ് ഡെറ്റേഴ്സിനെ കുറയ്ക്കും, പക്ഷെ പ്രൊവിഷൻ ഒരിക്കലും ഡെറ്റേഴ്സിനെ ലെഡ്ജറിനെ എഫക്റ്റ് ചെയ്യില്ല. പ്രസന്റേഷന് വേണ്ടിയാണ് ബാലൻസ് ഷീറ്റിൽ നമ്മളത് കുറച്ച് കാണിക്കുന്നത്, പക്ഷെ ഡെറ്റേഴ്സ് ബാലൻസിൽ നിന്ന് അതൊരിക്കലും പോകുന്നില്ല. ടോട്ടൽ ബാലൻസിൽ നിന്ന് ഇത്ര ശതമാനം ഡൗട്ട്ഫുൾ ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നമ്മളൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഡിസ്കൗണ്ട് അലൗഡും കഴിഞ്ഞു. ഇനി അടുത്തത് ട്രാൻസ്ഫേഴ്സ് ഫ്രം പർച്ചേസസ് ലെഡ്ജർ. ഇവിടെ ഉദ്ദേശിക്കുന്ന 26,600 ട്രാൻസ്ഫേഴ്സ് ഫ്രം പർച്ചേസ് ലെഡ്ജർ എന്ന് ഉദ്ദേശിക്കുന്ന നത്തിങ് ബട്ട് ദിസ് what do you see? Knocking off or set off between debtors and creditors എന്നുള്ള രീതിയിലാണ്. സോ അതിന്റെ എൻട്രി എന്തായിരുന്നു? ക്രെഡിറ്ററിനെ ഡെബിറ്റ് ചെയ്യുക, ഡെറ്ററിനെ ക്രെഡിറ്റ് ചെയ്യുക അല്ലെ. അപ്പോൾ അതിന് പകരം നമ്മൾ എഴുതിയ എൻട്രി എന്തായിരുന്നു? CLA-നെ ഡെബിറ്റ് ചെയ്യുക, DLA-നെ ക്രെഡിറ്റ് ചെയ്യുക. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് ഇറ്റ്. അതായത് ട്രാൻസ്ഫർ വഴി വന്നിട്ടുണ്ട്, രണ്ട് അക്കൗണ്ടുകളിലും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ DLA-നെ ക്രെഡിറ്റ് ചെയ്യുക, DLA-യുടെ ബാലൻസ് കുറയണം. ബൈ ട്രാൻസ്ഫർ ഫ്രം പർച്ചേസ്, ആ പേര് അങ്ങനെ തന്നെ എഴുതിക്കോളൂ, പർച്ചേസ് ലെഡ്ജർ. എന്നിട്ട് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ സെറ്റ് ഓഫ് എന്ന് എഴുതിക്കോളൂ, സോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ്. 26,600. സെയിം വേ CLA-നെ ക്രെഡിറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്ത് കുറയ്ക്കണം. സോ അഗൈൻ ട്രാൻസ്ഫേഴ്സ് ബ്രാക്കറ്റിൽ സെറ്റ് ഓഫ് എന്ന് എഴുതിക്കോളൂ, ട്രാൻസ്ഫേഴ്സ് ഫ്രം സെയിൽസ് ലെഡ്ജർ. ഇതാണ് ഉദ്ദേശിക്കുന്നത് 26,600. അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന എല്ലാ പോയിന്റ്സും നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു അല്ല. പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ആയിരുന്നു. സോ ഇതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നൗ വി ക്യാൻ ക്ലോസ് ആൻഡ് ഫൈൻഡ് ദ ക്ലോസിംഗ് ബാലൻസ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ സ്പെസിഫിക്കലി പറഞ്ഞില്ല, പക്ഷെ ഇവിടെ ഒന്ന് നോക്കിയാൽ അറിയാം. സെയിൽസ് ലെഡ്ജർ അല്ലെങ്കിൽ DLA ഇൻ GL അക്കൗണ്ടിൽ വരാൻ പോകുന്ന ലെഡ്ജർ ഏതൊക്കെ മാത്രമാണ്? ഓപ്പണിംഗ് ബാലൻസസും ക്ലോസിംഗ് ബാലൻസ് കാണും. അതല്ലാതെ വരാൻ പോകുന്ന ലെഡ്ജർ എന്ന് പറയുന്നത് GLA-യും DL-ഉം മാത്രമാണ്. അതിനുള്ളിലുള്ള എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ ഓരോ പോയിന്റും എങ്ങനെയാണ് കൂടാനും കുറയാനും കാരണം എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയതേ ഉള്ളൂ. അക്കൗണ്ട് ചെയ്ത് മാത്രമേ എപ്പോഴും കാണുകയുള്ളൂ, GLA-യും DL അക്കൗണ്ട്. ഇനി ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അല്ലെങ്കിൽ പർച്ചേസ് ലെഡ്ജർ അക്കൗണ്ടിൽ അതുപോലെ തന്നെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് കാണും. അതിനോടൊപ്പം GLA-യും CL മാത്രമാണ് ലെഡ്ജർ വരുന്നത്. അതിനുള്ളിൽ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുകയാണ് കാരണങ്ങൾ. സോ അക്കൗണ്ട് വരുന്നത് GLA-ക്ക് മാത്രമാണ്, ബാക്കിയൊക്കെ ബൈഫിക്കേഷൻ ആണ് കേട്ടോ.
So with this you can close these ledgers and find out closing balances. $87,200 ആണ് ക്രെഡിറ്റേഴ്സിന്റെ ബാലൻസ്. My balance carry down balance 87,200 debtors ledger the balance. ഇനി ഇതേപോലെ creditors ledger account ഒന്ന് ബാലൻസ് ചെയ്യാം. Which is nothing but 52,000. അപ്പോൾ സാധാരണ ഒരു ഡെറ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് ചെയ്താലും നിങ്ങൾക്ക് ഇത് തന്നെയായിരിക്കും ആൻസർ കിട്ടുക. So this is question number 3. Now moving on to question number 4. Quickly, from the following information, prepare the necessary adjustment account in the books as they would appear in the general ledger of Vatika. ഇതൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ട്രൈ ചെയ്യുക. സെയിം കോൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് കസ്റ്റമർ ഉണ്ട്, ക്രെഡിറ്റർ ബാലൻസ് ഉണ്ട്. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് DLA-യും GL-ഉം GL അക്കൗണ്ടും CLA-യും GL അക്കൗണ്ടും. ഇത് നിങ്ങൾ തനിയെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരിക. അതിൻ്റെ ആൻസർ ഞാൻ തരാം. DLA-യുടെ ആൻസർ വിൽ ബി 59,500 ക്ലോസിംഗ് ബാലൻസ് ആൻഡ് CLA-യുടെ ക്ലോസിംഗ് ബാലൻസ് വിൽ ബി 30,500. ഇനി ഇവിടെ 2 പോയിന്റ് മാത്രമേ പറയാനുള്ളൂ. ഇത് ഏതാണെന്ന് വെച്ചാൽ ക്ലോസിംഗ് ബാലൻസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ, സോറി. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് എന്തായാലും ഇവിടെ എഴുതിയെടുത്തതിനൊരു കാരണമായിട്ട് വെച്ചോളുക. ക്ലോസിംഗ് ബാലൻസ്, ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നിങ്ങൾക്ക് വേണം, അത് ഞാൻ തന്നിട്ട് ഓപ്പണിംഗ് DLA ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എനിവേ ഓപ്പണിംഗ് ക്ലോസിംഗ് ബാലൻസ് എഴുതിയ സ്ഥിതിക്ക് ക്വിക്ലി ഒന്ന് പറഞ്ഞേക്കാം. ക്ലോസിംഗ് ബാലൻസ് ഡെറ്റർ ബാലൻസ് ഓൾറെഡി തന്നിട്ടുണ്ട് 60,000. പക്ഷെ എന്തുകൊണ്ട് ഞാൻ 59,500 എന്ന് മാത്രമേ എഴുതിയുള്ളൂ എന്ന് ലെറ്റ്സ് ജസ്റ്റ് ഡിസ്കസ്. 60,000 ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലേ. പക്ഷേ ഏറ്റവും അവസാനം ഒരു പോയിന്റ് നോക്കുക. ഡിസ്കൗണ്ട് അലൗഡ് ടു ഡെറ്റേഴ്സ് 500 വാസ് റെക്കോർഡഡ് ആസ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം ക്രെഡിറ്റേഴ്സ്. അതായത് കസ്റ്റമറിന് കൊടുത്ത ഡിസ്കൗണ്ട് അത് ക്രെഡിറ്ററിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിട്ട് എഴുതി, നമ്മൾ അറിയാതെ എഴുതി. അപ്പോൾ GL അഡ്ജസ്റ്റ്മെന്റ് ചെയ്തപ്പോഴും ഈ എറർ വന്നു കാണില്ലേ, വന്നു കാണും. ആ എറർ കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ആണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡെറ്റർ ബാലൻസസിൽ ഈ 500 നമ്മൾ റെക്കോർഡും ചെയ്തിട്ടില്ല, ക്രെഡിറ്റർ ബാലൻസിൽ ഈ 500 റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് 30,000 കിട്ടിയത്. ഈ 30,000-ൽ 500 കുറച്ചിട്ടാണ് നമ്മൾക്ക് ബാലൻസ് കിട്ടുന്നത്. പക്ഷെ കുറയ്ക്കാൻ പാടുണ്ടായിരുന്നു. ഇത് ക്രെഡിറ്റേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള ഡിസ്കൗണ്ട് അല്ല. സോ 30,000 പ്ലസ് 500 കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ എത്ര വന്നേനെ? 30,000 പ്ലസ് 500 30,500. ഡെറ്റർ ബാലൻസസിൽ ഈ 500 കുറച്ചിട്ട് ശരിക്കും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരുന്നു, എറർ ഇല്ലാതെ ചെയ്തിരുന്നെങ്കിൽ എത്ര വന്നേനെ? ഈ 60,000 കണ്ടുപിടിക്കുന്നതിന് മുന്നേ 500 ഒരു ക്രെഡിറ്റ് റെക്കോർഡ് ചെയ്തിട്ട് ബാലൻസ് ഫിഗർ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ 500 രൂപയുടെ കുറവ് 60,000 വന്നേനെ. അതായത് ക്ലോസിംഗ് ബാലൻസ് 59,500 ആവാൻ പാടുള്ളൂ. അതിൻ്റെ റീസൺ ഈ ഡിസ്കൗണ്ട് ആണ് കേട്ടോ. സോ ഇത് ക്ലോസിംഗ് ബാലൻസസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. DLA-യുടെ 49,500 ആൻഡ് CLA-യുടെ 20,000. So please work out question number 4 on your own. ഇനി question number 5 ഒന്ന് ചെയ്യാം. 2, 3 and 4 എല്ലാം നമ്മൾ DLA CLA പോയിന്റ് ഓഫ് വ്യൂവിലാണ് ചെയ്യുന്നത്. എന്നാൽ ചിലപ്പോൾ GLA ചോദിക്കാം, അതായത് ജനറൽ ലെഡ്ജർ അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാം ഇൻ ഡെറ്റേഴ്സ് ലെഡ്ജർ ഓർ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ. അതായത് മിറർ ഇമേജ് ഓഫ് ദിസ് DLA or CLA ചോദിക്കും. അപ്പോൾ അതാണ് question number 5. അത് നമ്മൾക്കൊന്ന് ചെയ്യാം. ഇതത്ര ഫ്രീക്വൻസി വെച്ച് അളന്ന് നോക്കുമ്പോൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന്
ഉള്ള അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് വരണമെന്നില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ റെക്കോർഡ് ചെയ്യണം നമുക്ക് പെട്ടെന്നൊന്ന് അല്ലെങ്കിൽ എങ്ങനെ ഒന്ന് ആലോചിച്ചെടുത്ത് എഴുതണമെന്നും നോക്കാം. G traders keeps their ledgers on the self-balancing system. They provide you the following information for the year ended 31st March 2010. Debtors balance as on 1st April 2009, credit sales, returns inward, returns outward, cash received from customers, discount received, acceptances received, bills receivable, bad debts. You are required to prepare GLA in sales ledger. അതായത് we are supposed to do GLA in DL. അപ്പോൾ ആദ്യമേ തന്നെ ഓർക്കുക DLA ആണെങ്കിലാണ് ഡെറ്റേഴ്സ് പോലെ തന്നെ. അതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണെങ്കിൽ ഇത് മിറർ ഇമേജ് ഓഫ് DLA അക്കൗണ്ട്. അപ്പോൾ DLA ഒന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾക്ക്, അല്ലെങ്കിൽ DLA CLA ഓർത്തിരുന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ലെഡ്ജേഴ്സും നിങ്ങൾക്ക് തനിയെ ചെയ്തു പോകാം. അപ്പോൾ DLA അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ GLA ഓപ്പണിംഗ് ബാലൻസ് എവിടെ വരും? ക്രെഡിറ്റ് സൈഡിലല്ലേ. മിറർ ഇമേജ് ആണ്. സോ 1/4/2009 by balance brought down 137,250. അടുത്തത് ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസ് DLA കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ DLAയിൽ ഡെബിറ്റ് ആണ്, അപ്പോൾ GLAയിൽ മിറർ ഇമേജ് ക്രെഡിറ്റ് ആയി. ഏതൊക്കെ ലെഡ്ജർ യൂസ് ചെയ്ത്? by DLA in GL account. Credit sales. GLAക്കുള്ളിൽ GLA നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. GLAക്കുള്ളിൽ DLAയും DLA അക്കൗണ്ടിനുള്ളിൽ GLAയും പോസ്റ്റ് ചെയ്യാം. സോ ക്രെഡിറ്റ് സെയിൽസ് 68,100. Then അടുത്ത എൻട്രി റിട്ടേൺസ് ഇൻവേർഡ്. അതായത് നമ്മൾ വിറ്റൊരു സാധനം റിട്ടേൺസ് ഇൻവേർഡ് വന്നു, സെയിൽസ് റിട്ടേൺ. അപ്പം നമ്മളുടെ ഡെറ്റർ ബാലൻസ് കുറയും. DLAയിൽ ക്രെഡിറ്റ് ചെയ്യും, മിറർ ഇമേജ് ആയ GLAയിൽ ഡെബിറ്റ് ചെയ്യും. സോ 1/4/2009 to 31/3/2010 to DLA in GL account എന്ന് പറഞ്ഞു നമ്മൾ എഴുതാൻ പോകുന്നത്. റിട്ടേൺസ് ഇൻവേർഡ് 1,200. റിട്ടേൺസ് ഔട്ട്വേർഡ് ഇതെന്താണ്? പർച്ചേസ് റിട്ടേൺ. അഫക്റ്റ് ചെയ്യുമോ? നോ എൻട്രി, ബിക്കോസ് ഇറ്റ് ഡസൻ അഫക്ട് മൈ DLA ഓർ GLA in DL. അത് ഏതിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്? CLAനെയും GLA in CLA അഫക്റ്റ് ചെയ്യുന്നതാണ്. നോ എൻട്രി ഇൻ GLA CL. സോറി, GLA in DL. നോ എൻട്രി എന്ന് പറഞ്ഞാലും അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നോട്ട് ഗോയിങ് ടു സ്ക്രിബിൾ ഇറ്റ് ഓവർ ഹിയർ. നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ എഴുതിക്കോളൂ. റിട്ടേൺസ് ഔട്ട്വേർഡ് ഇസ് പർച്ചേസ് റിട്ടേൺ, സോ ഹെൻസ് നോട്ട് പാർട്ട് ഓഫ് ദ ആൻസർ. ക്യാഷ് റിസീവ് ഫ്രം കസ്റ്റമർ. ക്യാഷ് കിട്ടുമ്പോൾ DLA കുറയുകയാണ്. DLAനെ ക്രെഡിറ്റ് ചെയ്യും, മിറർ ഇമേജിനെ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് റിസീവ്ഡ് 76,800. ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആരുടെ കയ്യിൽ നിന്നാണ് വരുന്നത്? നമ്മൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് നമ്മൾ ആർക്കെങ്കിലും കാശ് കൊടുക്കാനുള്ളപ്പോഴാണ് ഡിസ്കൗണ്ട് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ആരുടെ കയ്യിൽ നിന്ന് വരുന്നതാണ്? ക്രെഡിറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് വരുന്നതാണ്. നമ്മളിപ്പോൾ ക്രെഡിറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടാണോ റെക്കോർഡ് ചെയ്യുന്നത്? അല്ല. Therefore ഇതിനും നോ എൻട്രി. നോ എൻട്രി ഏതിനൊക്കെയായിരുന്നു പറഞ്ഞത്? No entry in ഈ രണ്ട് പോയിന്റ്സിനാണ് പറഞ്ഞത്. 2010 അപ്പോൾ നോ എൻട്രി ഫോർ ദിസ് ക്വസ്റ്റ്യൻ. GLA CL പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ എൻട്രി വന്നു. ഇനി അക്സെപ്റ്റൻസസ് റിസീവ്, നത്തിങ് ബട്ട് ബില്ല് പോലെ തന്നെ അക്സെപ്റ്റൻസ് റിസീവ് ചെയ്തപ്പോൾ നമ്മുടെ പൈസ, നമുക്ക് കിട്ടാനുള്ള പൈസ കുറഞ്ഞു. DLAയിൽ ക്രെഡിറ്റ് ചെയ്യും, GLA മിറർ ഇമേജിൽ ഡെബിറ്റ് ചെയ്യും. അക്സെപ്റ്റൻസസ് റിസീവ് 25,500. BR ഡിസോണർ ആയി. അക്സെപ്റ്റൻസ് കിട്ടിയത്, അതായത് BR കിട്ടിയത്, അക്സെപ്റ്റൻസ് കിട്ടിയത് ഡിസോണർ ആയി. കുറച്ച് എത്രയാണ് ഡിസോണർ ആയി? 3,600. BR കിട്ടിയത് ഡെബിറ്റ് ചെയ്താണെങ്കിൽ BR ഡിസോണർ ആകുമ്പോൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ്. അല്ലെങ്കിൽ DLA ആയിട്ട് ലിങ്ക് ചെയ്ത് നോക്കാം. BR കിട്ടുമ്പോൾ DLAയിൽ ക്രെഡിറ്റ് ചെയ്യും, ഡിസോണർ ആകുമ്പോൾ ഡെബിറ്റ് ചെയ്യും. അവിടെ ഡെബിറ്റ് ആണെങ്കിൽ ഇവിടെ
ക്രെഡിറ്റ് അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ മനസ്സിലാക്കുക. 3600. ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ്. ഈ വർഷം ബാഡ് ഡെറ്റ് ആയിട്ട് കുറെ എഴുതി തരും. അപ്പോൾ DLA കുറയും, DLAയിൽ ക്രെഡിറ്റ് ചെയ്യും, GLAയിൽ അപ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ബാഡ് ഡെറ്റ്സ് 7,500. So with that, find out the closing balance. Answer is 97,950. 131,3,2010 is by 7. To balance, carry down balancing figure 97. ഇപ്പോൾ DLA GL പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ എമൗണ്ട് കിട്ടും. ക്രെഡിറ്റ് സൈഡിലായിരിക്കും നമ്മൾ എഴുതാൻ പോകുന്നത് ബാലൻസിങ് ഫിഗർ. ഇത് മിറർ ഇമേജ് ആയത് കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. So with that, we complete question number 5 also. In question number 6 relates to sectional balancing. So let us first discuss sectional balancing എന്താണെന്നുള്ളത് discuss ചെയ്തിട്ട് we will do question number 6. And quickly the last topic, which is nothing but sectional balancing ledger. So sectional balancing ledger and notes സെക്ഷണൽ ബാലൻസിങ് ഓൾമോസ്റ്റ് സെൽഫ് ബാലൻസിങ് പോലെ തന്നെയാണ്. ഡിഫറൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. സെക്ഷണൽ ബാലൻസിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ എല്ലാ ബുക്സിലും കൺട്രോൾ അക്കൗണ്ട് ഇല്ല. GL ബുക്സിൽ മാത്രം 2 കൺട്രോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരും വ്യത്യാസമുണ്ട്. DLA GLനൊക്കെ പകരം ടോട്ടൽ ഡെറ്റേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. പേര് ടോട്ടൽ ഡെറ്റേഴ്സ്. അപ്പോൾ പേര് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാവും. CLA എന്നുള്ള സ്ഥാനത്ത് സെക്ഷണൽ ബാലൻസിങ് ആണെങ്കിൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് എന്നാണ് അതിന് പേര് വരുന്നത്. ഇനി DL ബുക്സിലും CL ബുക്സിലും ഇങ്ങനെ 2 കൺട്രോൾ അക്കൗണ്ട് ഇല്ല. ദാറ്റ് ഈസ് വൺ തിങ്. സെക്ഷണൽ ബാലൻസിങ് സെൽഫ് ബാലൻസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഇവിടെ ഈ എൻട്രി ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഇതിനൊരു ഓപ്പോസിറ്റ് എൻട്രി ഇല്ല. മിയർ നമ്മൾ ഈ ജനറൽ ലെഡ്ജർ ബുക്ക് ഒന്ന് ടാലിയായി ട്രയൽ ബാലൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അഡീഷണൽ ലെഡ്ജറാണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ഒരു എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ സെക്ഷണൽ സെൽഫ് ബാലൻസിങ്ങിൽ CLAക്കുള്ളിൽ വരുന്നത് ബൈ GLA അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് അവിടെ വേണ്ടേ. സെക്ഷണൽ ബാലൻസിങ്ങിൽ അങ്ങനെ അക്കൗണ്ട് ഇല്ല. അപ്പോൾ ഇത് രണ്ടും ജസ്റ്റ് കൺട്രോൾ അക്കൗണ്ട് ആണ്. ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് എററൊക്കെ ഉണ്ടോ നമ്മൾ കണ്ടുപിടിക്കാൻ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ്. സെൽഫ് ബാലൻസിങ് പോലെ അത്ര എഫക്റ്റീവ് ആകണമെന്നില്ല. ഇവിടെ മിയർ പോസ്റ്റിംഗ് മാത്രമാണ് നടക്കുന്നത്. അതായത് ഓപ്പോസിറ്റ് ഒരു ജേർണൽ എൻട്രി വഴിയൊന്നുമല്ല വരുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ ട്രാൻസാക്ഷൻ്റെ നേച്ചർ അങ്ങനെ തന്നെ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബൈ ടോട്ടൽ ക്രെഡിറ്റേഴ്സിൽ ബൈ വരാൻ ക്രെഡിറ്റ് ബാലൻസ് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? പർച്ചേസസ് അല്ലേ. അപ്പോൾ നമ്മൾ ബൈ പർച്ചേസ് എന്ന് തന്നെ എഴുതും. പക്ഷെ അതിൻ്റെ അർത്ഥം വീണ്ടും പർച്ചേസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് എൻട്രി ഓപ്പൺ ആയി എന്നല്ല. അത് മിയർ പോസ്റ്റിംഗ് മാത്രമാണ്. ഒരു ജേർണൽ എൻട്രി ഇല്ല. ഇവിടെ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് ക്ലോഷർ വരാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ഗിവൻ ഇൻ ദിസ് തിയറി. ഇനി നമുക്കൊരു പ്രോബ്ലം നമ്മൾ എടുക്കാം. അത് വെച്ചിട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദിസ് സെക്ഷണൽ ബാലൻസിങ്. Please hold on. Your system stuck ആണ്. So explanation അത്രയുള്ളൂ. പ്രോബ്ലം വെച്ചിട്ട് മനസ്സിലാക്കുക. ഓർക്കുക, DL ബുക്സിലും CL ബുക്സിലും ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനെ 2 അഡീഷണൽ ലെഡ്ജർ ഇവർക്ക് ഇല്ല സെക്ഷണൽ ബാലൻസിൽ.
അപ്പോൾ കൂടുതൽ എഫക്റ്റീവ് സെൽഫ് ബാലൻസിങ് ആണ്. നമ്മളോട് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളതും സെൽഫ് ബാലൻസിങ് തന്നെയാണ്. പക്ഷെ ഇതും ഉണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം ചിലപ്പോൾ ടോട്ടൽ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സെക്ഷണൽ ബാലൻസിങ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഇതിവിടെ കിടന്നോട്ടെ. സോ ഈ പറഞ്ഞ ഇത്രയും പോയിന്റ് തന്നെയാണ് ഞാൻ തിയറി ആയിട്ട് ഈ ബ്ലാക്കിൽ എഴുതിയിരിക്കുന്നത്, ബ്ലാക്ക് എങ്കിൽ. സോ പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. സെക്ഷണൽ ബാലൻസിങ് ലെഡ്ജർ. Control accounts are opened only in GL books in the form of total debtors account and total creditors account. It doesn't have any journal entry effect but mere posting of transactions in debtors account and creditors account. Hence, it will not have any opposite effect in any ledgers in DL and CL books. Trial balance can be prepared in GL books alone. For mere posting of transaction, we use the transaction nature itself in particulars as no other opposite ledger is used for these accounts. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അത് തന്നെയാണ് സെക്ഷണൽ ബാലൻസിങ് ആൻഡ് സെൽഫ് ബാലൻസിങ്ങിന്റെ ഡിഫറൻസസ് ഒക്കെ ആയിട്ട് ഞാൻ തന്നിരിക്കുന്നത്. സോ ഇതും കൂടെ നിങ്ങൾ എഴുതിയെടുത്ത് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ സെക്ഷണൽ ബാലൻസിങ് ചോദിക്കുമ്പോൾ ഈ പോയിന്റുകളൊക്കെ ഓർത്തിരിക്കുക. സോ എനിവേ ലെറ്റ് us not waste much time and start preparing for question number 6. ഇത് പ്രത്യേകിച്ച് പഠിപ്പിക്കാവുന്നില്ല. ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും അങ്ങനെ നമ്മളിപ്പോൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്യുമുലേറ്റീവ് ആയിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത് എന്ന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇത് പഠിപ്പിച്ചു തരാനുള്ള കാര്യമില്ല. ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും അങ്ങനെ തന്നെ. പ്രിപ്പയർ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് ആൻഡ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. Total debtors account and total creditors account. Sundry debtors and opening balance എന്ന് വരെയുള്ളതാണ് കണക്ക്. നമുക്ക് 30 അതായത് ഒരു മാസത്തെ കണക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഓപ്പണിംഗ് ബാലൻസസ് തന്നിട്ടുണ്ട്. ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഡെബിറ്റ് ബാലൻസും ഉണ്ട്, ക്രെഡിറ്റ് ബാലൻസും ഉണ്ട്. സോ എക്സസ് തന്നതും അങ്ങനെയൊക്കെ കാണും. സോ അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ഒരൊറ്റ ലെഡ്ജറിൽ തന്നെ അങ്ങനെ എഴുതുകയാണ്. ഡെബിറ്റും ക്രെഡിറ്റും അങ്ങനെ തന്നെ. ഞാൻ ഇവിടെ ക്ലബ് ചെയ്യുന്നില്ല, കാരണം ടോട്ടൽ ഡെറ്റേഴ്സിനുള്ളിൽ പല ഡെറ്റേഴ്സിന്റെ ക്യുമുലേറ്റീവ് ഫിഗർ ആയിരിക്കും കാണുന്നത്. ABC എന്ന് പറഞ്ഞ 3 ഡെറ്റേഴ്സ് കാണും. അതിൽ 2 പേർക്ക് ഡെബിറ്റ് ബാലൻസും ഒരാൾക്ക് ക്രെഡിറ്റും ആയിരിക്കും. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ മെൻഷൻ ചെയ്യുകയാണ്. ഇതിനെ നെറ്റ് ഓഫ് ഒന്നും ചെയ്യുന്നില്ല. ഇത് വീണ്ടും പറയുന്നു, ഒരു ബിസിനസ്സിന് ഫുൾ ടോട്ടൽ ഡെറ്റേഴ്സ് ആണ്. ഇത് പക്ഷേ ബ്രേക്കപ്പ് ആയിരിക്കും ഓരോ പാർട്ടി വൈസ്. അതുകൊണ്ടാണ് ക്രെഡിറ്റും ഡെബിറ്റും വരുന്നത്. സോ എനിവേ വി വിൽ റെക്കോർഡ് ദാറ്റ് ക്രെഡിറ്റേഴ്സിനും 30,400 അല്ലേ, 400 ആണ് ഡെബിറ്റ് ബാലൻസ്. അത് ഡെബിറ്റ് എഴുതുക. സാധാരണ വരേണ്ട ക്രെഡിറ്റ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ക്രെഡിറ്റേഴ്സും അങ്ങനെ തന്നെ ക്യുമുലേറ്റീവ് ആയിട്ടായിരിക്കും നെറ്റ് വരുന്നത് 30,000 മൈനസ് 400. പക്ഷെ ഇത് വന്നിരിക്കുന്നത് പല ക്രെഡിറ്റേഴ്സിന്റെ ടോട്ടൽ വഴിയാണ്. ഒരു ക്രെഡിറ്റർക്ക് ഡെബിറ്റ് ബാലൻസും ബാക്കി ക്രെഡിറ്റേഴ്സിനൊക്കെ ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കും. അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നെ എഴുതുക. സോ വി ഹാവ് റെക്കോർഡഡ് ദീസ്. ഇനി എന്താണ് നമ്മൾ റെക്കോർഡ് ചെയ്യാനുള്ളത്? പർച്ചേസസ് ഇൻക്ലൂഡിങ് ക്യാഷ് 8,000. പർച്ചേസ് നമ്മൾക്ക് ക്യാഷ് പർച്ചേസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ക്യാഷ് പർച്ചേസ് ഇല്ലാതെ അപ്പോൾ എത്രയുണ്ട്? 16,000 അല്ലേ. അപ്പൊ ക്രെഡിറ്റേഴ്സിൽ പർച്ചേസ് വന്നാൽ ബാലൻസ് കൂടണ്ടേ? സോ 115 to 3450. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഇത് മിയർ പോസ്റ്റിംഗ് ആണ്. ഇതിന് സെപ്പറേറ്റ് ഒരു ഓപ്പോസിറ്റ് എഫക്റ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് എഴുതാൻ ഇവിടെ ഇല്ല. പക്ഷെ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് വിടാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ആ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ്റെ നേച്ചർ തന്നെ നമ്മൾ എഴുതുകയാണ്. ബൈ പർച്ചേസസ്. എന്നിട്ട് 24,000 നിന്ന് 8,000 കുറച്ചിട്ട് ബാക്കി 16,000. ഇതിന്റെ അർത്ഥം പർച്ചേസ് വീണ്ടും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നില്ല. ഇത് മിയർ പോസ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ തിയറി ആദ്യമേ ആ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് വിട്ടിട്ട് എമൗണ്ട് ഒന്നും എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന് കാരണങ്ങൾ അങ്ങോട്ട് എഴുതി കൊടുക്കും. അടുത്തത് സെയിൽസ് ഇൻക്ലൂഡിങ് ക്യാഷ് 12,000. സോ സെയിൽസ് ആണ് 1415 to 3415 വരെ സെയിൽസ് വഴി 50ൽ നിന്ന്
എത്ര പോകണം? 12,000 പോകണം അല്ലേ? സോ വിച്ച് മീൻസ് 38,000 ആണ് ക്രെഡിറ്റ് സെയിൽസ് ഡെറ്റേഴ്സ് കൂടാനുള്ള കാരണം. അടുത്തത് എന്തായാലും ക്യാഷ് പേ ടു സപ്ലയേഴ്സ് ഇൻ ഫുൾ സെറ്റിൽമെന്റ് ഓഫ് ക്ലെയിം 18,000. നമ്മൾ കൊടുത്ത ക്യാഷ് എത്രയാണ്? 17,000. പക്ഷെ എത്ര രൂപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ 17,000 കൊടുത്തവരെ സെറ്റിൽ ചെയ്തത്? സോറി, 18,000. അതായത് 1,000 രൂപ ഡിസ്കൗണ്ടും കൂടെ ഉണ്ട് അല്ലേ? അപ്പം അതും നമ്മൾ റെക്കോർഡ് ചെയ്യണം. കാരണം ഡിസ്കൗണ്ട് എന്തുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്? ക്രെഡിറ്റ് സൈഡിൽ ഇൻക്ലൂഡ് ചെയ്ത പർച്ചേസിനകത്തും ക്ലോസിംഗ് ബാലൻസിനകത്തും അതും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് വന്നിരിക്കുന്നത്. 18,000 ആണ്. നമ്മൾ കൊടുത്തപ്പോൾ 17,000 കൊടുത്തേ ഉള്ളൂ. ബാക്കി എന്തായിട്ട് വന്നു? എൻ്റെ ഒരു ഇൻകം ആയിട്ട് 1,000 രൂപ കുറച്ച് തന്നാൽ മതി എന്ന് അയാൾ പറഞ്ഞിരുന്നു അല്ലേ? സോ അത് ഡിസ്കൗണ്ട് 1,000. എന്നാൽ മാത്രമേ അക്കൗണ്ടിൽ നിന്ന് ഫുൾ 18,000 രൂപ മാറിപ്പോകുകയുള്ളൂ. ഇല്ലെങ്കിൽ 1,000 രൂപ പിന്നെയും നമുക്ക് അവരുടെ നിന്ന് ചോദിക്കാം എന്നുള്ള രീതിയിൽ കിടക്കും. സോ 18,000 റെക്കോർഡ്. അടുത്തത് എന്തായിരുന്നു? ക്യാഷ് റിസീവ് ഫ്രം കസ്റ്റമേഴ്സ് 28,200 ആണ് ക്യാഷ് ആയിട്ട് കിട്ടിയത്. പക്ഷെ സെറ്റിൽമെന്റ് എത്രയ്ക്കാണ്? 30,000. അതായത് ക്രെഡിറ്റ് വഴി പോവേണ്ട ടോട്ടൽ ഡെറ്റേഴ്സ് എത്രയുണ്ട്? 30,000. പക്ഷെ അതിൽ ക്യാഷ് കിട്ടിയത് എത്രയേ ഉള്ളൂ? 21,200. അതായത് 28,200 ആണ് ക്യാഷ് കിട്ടിയത്. പക്ഷെ എത്രയ്ക്ക് പകരമാണ്? 13,000. അതായത് ബാക്കി ഞാൻ കൊടുത്ത ഡിസ്കൗണ്ട് ആണ്, വിച്ച് ഇസ് 1,800. ഈ ക്വസ്റ്റൻ അതിനെ ഞാൻ ഒന്ന് പറയാത്തത് മിയർലി ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ആണ്. അതൊക്കെ നിങ്ങളുടെ ബേസിക്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. Not too much spend much time. Bills payable accepted including renewal. അതായത് റിന്യൂവൽ ഓഫ് ബില്ലും നടന്നിട്ടുണ്ടാവും. ഓൾറെഡി ബില്ല് റേസ് ചെയ്തിരുന്നു, സമയത്ത് കൊടുക്കാൻ പറ്റാണ്ടായപ്പോൾ റിന്യൂവൽ ചോദിച്ചു. അപ്പോൾ അതിന് എല്ലാത്തിനും കൂടി ചേർന്നിട്ടാണ് എത്ര പറയുന്നത്? BP 4,000. അപ്പോൾ BP കൊടുക്കുമ്പോൾ എൻ്റെ ക്രെഡിറ്റ് ബാലൻസ് കുറയണം. അതായത് BPനെ ഡെബിറ്റ് ആണ് ചെയ്യുന്നത് അല്ലേ? സോറി, ക്രെഡിറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്യുക. BP 4,000. ഇനി bills payable withdrawn on renewals, which means what? നമ്മൾ BP കുറച്ച് വിത്ഡ്രോ ചെയ്തു ഓൺ റിന്യൂവൽ. അത് വേണ്ടാന്ന് വെക്കും എന്താണെങ്കിലും. അപ്പോൾ അവരുടെ ബാലൻസ് വീണ്ടും കൂടി. ഞാൻ ആ പൈസ അവർക്ക് വീണ്ടും കൊടുക്കാൻ ബാധ്യസ്ഥയാണ് അല്ലേ? സോ bills payable withdrawn on renewals. സോ എന്ത് സംഭവിക്കും? വീണ്ടും BP എന്ന് പറഞ്ഞ് 1,000. അതായത് BP ഓൾറെഡി ഒരു ക്രെഡിറ്റിലുണ്ടായിരുന്നു, അത് വിഡ്രോ ചെയ്തു. അപ്പം BPനെ ഡെബിറ്റ് ചെയ്തു, വീണ്ടും ക്രെഡിറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്ത് ബാലൻസ് കൂട്ടി 1,000 രൂപ. ഇനി ഇൻട്രസ്റ്റ് ഓൺ BP റിന്യൂവൽ. ഇൻട്രസ്റ്റ് ഓൺ BP റിന്യൂവൽ നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണം? ഇവരുടെ കയ്യിൽ നിന്ന്. കാരണം എൻ്റെ സപ്ലയർക്ക് ഞാൻ പൈസ കൊടുക്കാനിരുന്ന സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വീണ്ടും അവരോട് ഒരു എക്സ്റ്റൻഷൻ ചോദിച്ചു, റിന്യൂ ചെയ്തു. അതിന് അവർ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 40 രൂപ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു. അതും ഞാൻ അവർക്ക് കൊടുക്കണം. അപ്പം എൻ്റെ ക്രെഡിറ്റേഴ്സിൻ്റെ ബാലൻസ് വീണ്ടും കൂടണം. റീസൺ എന്തുകൊണ്ടാണ്? ഇൻട്രസ്റ്റ് ഓൺ റിന്യൂവൽ വെച്ചിട്ട്. സോ അത് നമ്മൾക്ക് ഇവിടെ എഴുതാം. ബൈ ഇൻട്രസ്റ്റ് ഓൺ റിന്യൂവൽ 40 rupees. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ വിചാരിച്ചോളൂ. ഇനി അടുത്തത് ബിൽസ് റിസീവബിൾ BR കിട്ടി. അപ്പോൾ എൻ്റെ ഡെറ്റേഴ്സ് കുറയണം. ബൈ BR എന്ന് പറഞ്ഞ് എത്രയാണ് എഴുതിയിരിക്കുന്നത്? 6,000. നെക്സ്റ്റ് BR എൻഡോസ്ഡ്. ആർക്ക് നമ്മൾ എൻഡോസ് ചെയ്തു? കിട്ടിയ BR 6,000 കിട്ടിയതിൽ നിന്ന് ആർക്ക് എടുത്ത് കൊടുത്തു? എൻ്റെ ക്രെഡിറ്റേഴ്സിന് എടുത്ത് കൊടുത്തു അല്ലേ? അപ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് എഫക്റ്റ് ആവുമോ? അത് ഓൾറെഡി എഫക്റ്റ് ആയി കഴിഞ്ഞു 6,000. അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഞാൻ ക്രെഡിറ്റേഴ്സിന് കൊടുത്തിരിക്കണം. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് കുറയണം. ഏത് വഴിയാണ്? എൻഡോസ്മെന്റ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിലൊന്ന് എഴുതിയേക്കാം. സോ 1,600. ഇതൊക്കെ ബിൽസ് എക്സ്ചേഞ്ച് ചാപ്റ്ററിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ട് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. എൻഡോസ്ഡ് BR ഡിസോണർ. എൻഡോസ് ചെയ്ത് ഡിസോണർ ആകുമ്പോൾ ക്രെഡിറ്റേഴ്സും വന്ന് എന്നോട് ചോദിക്കും, ഞാൻ അവരോട് പോയി ചോദിക്കും, ഡെറ്റേഴ്സിനോട് ചോദിക്കും. അപ്പം നമ്മൾക്ക് എന്ത് റെക്കോർഡ് ചെയ്യാം? എൻഡോസ്ഡ് BR ഡിസോണർഡ്. എന്ത് ചെയ്യാം? എൻഡോസ്ഡ് ബിൽ ഡിസോണർഡ്. അപ്പോൾ എൻ്റെ ഡെബിറ്റ് ബാലൻസും കൂടണം, ക്രെഡിറ്റ് ബാലൻസും കൂടണം അല്ലേ? സോ വി ക്യാൻ റൈറ്റ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതിക്കൊള്ളുക എൻഡോസ്ഡ് BR ഡിസോണർഡ്. അപ്പം നമ്മൾക്ക് കാര്യം മനസ്സിലാവും. എത്ര ഉണ്ടായിരുന്നു? 60.
എൻ്റെ ക്രെഡിറ്റ് ബാലൻസും കൂടും. കാരണം ക്രെഡിറ്റർ വന്ന് എന്നോട് ചോദിക്കും നിങ്ങൾ തന്ന ബില്ലല്ലേ ഡിസോണർ ആയത്. സോ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ എൻഡോസ്ഡ് BR ഡിസോണർഡ് എന്ന് പറയും. 600. So after that BR discounted. എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു BR ഡിസ്കൗണ്ട് ചെയ്തു. ഇവിടെ എന്തെങ്കിലും എൻട്രി വരുമോ? ഇല്ല. BRന് ഒരു എൻട്രി വരും. നോ എൻട്രി ഇൻ ദീസ് ടു ലെഡ്ജേഴ്സ്. BR ഡിസോണർഡ് 800 രൂപ. അതായത് എനിക്ക് കിട്ടിയ BR ഡിസോണർ ആയി. BR കിട്ടിയപ്പോൾ ക്രെഡിറ്റ് ചെയ്തു. ഡിസോണർ ആകുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ബ്രാക്കറ്റിൽ എന്നിട്ട് ഡിസോണർ എന്ന് എഴുതി. Next is interest charged on dishonored BR. അതായത് ഡിസോണർ ആയത് കാരണം ഞാനൊരു ഇൻട്രസ്റ്റ് എൻ്റെ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അല്ലേ. അപ്പോൾ അതും കൂടെ ചേർത്ത് വേണം അയാൾ എനിക്ക് തരാൻ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിസോണർഡ് BR അതും എനിക്ക് കിട്ടേണ്ട പൈസയാണ് ഡെബിറ്റ് ചെയ്യുന്നത് 60. അടുത്തത് ട്രാൻസ്ഫേഴ്സ് ഫ്രം ലെഡ്ജേഴ്സ് ഡെറ്റേഴ്സ് ലെഡ്ജർ ടു ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ. അതെന്തായാലും നമ്മൾ പറഞ്ഞ സെറ്റ് ഓഫ് ക്രെഡിറ്റർ തന്നെ ഡെറ്റർ ആയിട്ടുണ്ടെങ്കിൽ രണ്ടിനെയും കൂടെ സെറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ ക്രെഡിറ്റർ ബാലൻസ് ഡെബിറ്റും ചെയ്യണം, ബാലൻസ് കുറയണം, ടോട്ടൽ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ് എന്നിട്ട് സെറ്റ് ഓഫ് എന്ന് എഴുതിക്കൊള്ളുക. ആൻഡ് ഡെറ്റർ ബാലൻസസും കുറയണം. സോ ഡെറ്റർ ബാലൻസിനെ ക്രെഡിറ്റ് ചെയ്യണം. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു സെറ്റ് ഓഫ് 1200. Then returns, credit returns ആണ്. അതായത് പർച്ചേസ് റിട്ടേൺസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ. റിട്ടേൺസിന് ക്രെഡിറ്റ് എപ്പോഴാണ് വരുന്നത്? പർച്ചേസ് റിട്ടേൺ ആകുമ്പോഴല്ലേ. എൻട്രി നോക്കുക. പർച്ചേസിന് ഡെബിറ്റും പർച്ചേസ് റിട്ടേൺസ് ആണ് ക്രെഡിറ്റും. സെയിൽസ് റിട്ടേണിന് സെയിൽസ് ക്രെഡിറ്റും സെയിൽസ് റിട്ടേൺ ഡെബിറ്റുമാണ്. സോ റിട്ടേൺസ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ പർച്ചേസ് റിട്ടേൺസ് ഇറ്റ് ഷുഡ് അഫക്ട് മൈ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ബൈ പർച്ചേസ് റിട്ടേൺസ് എന്ന് പറഞ്ഞ് 1400. സോ 1400 റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്? സൺട്രി ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് തന്നിട്ടുണ്ട്. സൺട്രി ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റ് തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഇവിടെയാണ് മുൻതൂക്കം അല്ലേ. നമ്മളപ്പോൾ എഴുതാൻ പോകുന്ന ബാലൻസിങ് ഫിഗറായിട്ട് എഴുതാൻ പോകുന്നത് ഇവിടെയായിരിക്കും. ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ് തന്നിരിക്കുന്നത്? ഇതാണ് ക്രെഡിറ്റ് ബാലൻസ് 900. നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡെബിറ്റ് ബാലൻസ് എന്തെങ്കിലും ക്ലോസിങ്ങിലുണ്ടോ. ഇത് ഓപ്പണിങ്ങിൽ എഴുതിയ പോലെ തന്നെ കുറച്ച് ഡെറ്റേഴ്സിന് ഡെബിറ്റ് ബാലൻസും കുറച്ച് ഡെറ്റേഴ്സിന് ക്രെഡിറ്റ് ബാലൻസും വേണം അല്ലേ. അങ്ങനെയുള്ള ഡെറ്റേഴ്സിന് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് തന്നു, ഡെബിറ്റ് ബാലൻസ് ഉള്ളത് നമ്മൾ കണ്ടു. സൺട്രി ക്രെഡിറ്റേഴ്സിന് ഡയറക്റ്റ്ലി ക്രെഡിറ്റ് ബാലൻസ് ആണ് തന്നത് 21,740. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഇറ്റ് വിൽ കം ഓൺ ദ ഡെബിറ്റ് സൈഡ് ബിക്കോസ് നമ്മൾ ക്രെഡിറ്റിന് മുൻതൂക്കം ഉള്ളത് ഡെബിറ്റിലേക്കും ഈക്വൽ ആക്കാൻ വേണ്ടി ഡെബിറ്റ് സൈഡിൽ പോയി എഴുതുന്നതാണ് 21,740. സോ 21,740 എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? വി ഹാവ് ടു ചെക്ക് വെദർ ദീസ് ടു ലെഡ്ജേഴ്സ് ഹാവ് എനി ഡെബിറ്റ് ബാലൻസസ്. So debit balance of total debtors account is nothing but balance carried down balance figure 42,560. അതായത് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏപ്രിൽ 4-ന് 42,560 ഡെബിറ്റ് ബാലൻസ് ഉണ്ട്. നമ്മൾക്ക് കിട്ടാൻ അവകാശമുള്ള എമൗണ്ടും ഉണ്ട്, 900 രൂപയോളം എക്സ്ട്രാ കിട്ടിയതും ഉണ്ട്. സോ അതാണ് ക്രെഡിറ്റും ഡെബിറ്റും ഒരേപോലെ ഉള്ളതിൻ്റെ അർത്ഥം. ഇനി ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഒന്ന് നോക്കുക. അതായത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ഉള്ളവർ എത്രയേ ഉള്ളൂ? ബാലൻസ് ക്യാരി ഡൗൺ 700.
അതായത് നമ്മൾ കൊടുത്തപ്പോൾ എക്സ്ട്രാ കൊടുത്ത ക്രെഡിറ്റേഴ്സ് എമൗണ്ട് 700 നമ്മൾ കൊടുക്കാൻ ഇനിയുമുള്ള ക്രെഡിറ്റേഴ്സിൻ്റെ ഒക്കെ ലിസ്റ്റ് എടുത്തത് 21,740. സോ ഇതാണ് ടോട്ടൽ ഡെറ്റേഴ്സ് ആൻഡ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ഇത് ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും നിങ്ങൾ പഠിച്ചതുപോലെ തന്നെയാണ്. പക്ഷേ സെക്ഷണൽ ബാലൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ഇതൊരു കൺട്രോൾ അക്കൗണ്ടാണ്. GL ബുക്സിൽ മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്. അതിന് ഇതിനൊരു ഓപ്പോസിറ്റ് ജേർണലൊന്നും DL ബുക്സിലോ CL ബുക്സിലോ ഇല്ല. അപ്പോൾ എങ്ങനെ നമ്മൾക്ക് ഇത് റെക്കോർഡ് ചെയ്യാം? ആ ട്രാൻസാക്ഷൻ്റെ നേച്ചർ വെച്ചിട്ട് തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ പർട്ടിക്കുലേഴ്സ് ബ്ലാങ്ക് ആയി പോകും. പക്ഷെ എഴുതാൻ എളുപ്പമാണ്, കാരണം ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിന് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഒരേപോലെ കാണുമെന്നേ ഉള്ളൂ. അതിൻ്റെ റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു. മൾട്ടിപ്പിൾ ആൾക്കാരുടെ ക്യുമുലേറ്റീവ് എമൗണ്ട്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേര് കൂടുതൽ തന്നത് കാണും, കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളത് കാണും. അങ്ങനെ ഒരു സിനാരിയോയിലാണ് രണ്ട് ബാലൻസസും ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് വരുന്നത്. So with that we wind up this chapter. ഇനി ഈ ഒരു മോഡലിൽ തന്നെ പല ക്വസ്റ്റ്യനുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ജേർണൽ എൻട്രി ആണെങ്കിലും ലെഡ്ജർ ആണെങ്കിലും. ജേർണൽ എൻട്രി എന്തായാലും മനസ്സിൽ വേണം, കാരണം എപ്പോഴെങ്കിലും എൻഡോസ്ഡ് BR ഡിസോണർഡ് ഒക്കെ വരികയാണെങ്കിൽ രണ്ട് എൻട്രീസിൻ്റെ എഫക്റ്റ് വരും. സെയിം വേ സെറ്റ് ഓഫ് ഒക്കെ നടക്കുകയാണെങ്കിൽ. സോ ജേർണൽ എൻട്രീസ് ബാക്ക് ഓഫ് ദ ഹെഡ് നിങ്ങൾക്ക് നല്ലപോലെ ഓർമ്മയുണ്ടായിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഓർത്ത് വെക്കുക. അതായത് എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത് സെൽഫ് ബാലൻസിങ് അക്കൗണ്ട്. സോ അത് നിങ്ങൾക്കൊന്ന് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഓർത്ത് കഴിഞ്ഞാൽ വെരി ഈസി ചാപ്റ്റർ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് നിങ്ങളുടേതായ ക്വസ്റ്റ്യൻസ് ഒക്കെ ടെക്സ്റ്റിൽ നിന്നും പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഒക്കെ എടുത്ത് ഇനി പ്രാക്ടീസ് ചെയ്തത് കേട്ടോ. സോ ടിൽ വി മീറ്റ് അഗൈൻ, സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി.